ഞാൻ ജനിച്ചത് പുനലൂരിനപ്പുറത്ത് അഞ്ചലിനപ്പുറത്തൊരു കാട്ടുപ്രദേശത്താണ്. ഒരു റബ്ബർ തോട്ടത്തിലായിരുന്നു എൻ്റെ പപ്പായ്ക്ക് ജോലി. അപ്പോൾ അതുകൊണ്ട് കാട്ടുപ്രദേശമാണ്. കൊച്ചുനാളി തൊട്ടത് ഞാൻ സിഗരറ്റ് വലിക്കാൻ പഠിച്ചു. എൻ്റെ പപ്പ ഭക്തനായ ഒരു യാക്കോബക്കാരനായിരുന്നു. ഒരു മർത്തോമക്കാർക്കോ പെന്തിക്കോസ്തുകാർക്കോ വിരൽ ചൂണ്ടി സാറ് ചെയ്തത് ശരിയായില്ല എന്ന് പറയാൻ അവസരം കൊടുത്തിട്ടില്ല. ഞങ്ങളുടെ പപ്പ തോട്ടം സൂപ്രണ്ടാണ്. അപ്പം അവിടെയുള്ള ഒരു സ്ത്രീകൾ പോലും പറയത്തില്ല, സാർ എന്നെ വല്ലാതെ നോക്കി പറയത്തില്ല, ഒരു സ്ത്രീകളും പറയത്തില്ല. അത്രയ്ക്ക് നീതിമാനായ ഒരു മനുഷ്യനായിരുന്നു എൻ്റെ പപ്പ. ഞങ്ങളുടെ വീട്ടിൽ എന്നും കുടുംബ പ്രാർത്ഥനയുണ്ട്. ഞങ്ങളെല്ലാവരും വന്നിരിക്കണം. പപ്പ വേദപുസ്തകത്തിനകത്തെ കഥകളൊക്കെ പഠിപ്പിക്കും, ഉപദേശം പറയും, പക്ഷേ ഡോക്ട്രിൻ അറിയത്തില്ല. യാക്കോബ സോയിൽ അത് പഠിക്കേണ്ട ആവശ്യമില്ല. യാക്കോബ ഓർത്തഡോക്സ് അന്നത്തെ കാലത്ത്. കൊച്ചുനാളി മുതലേ ദൈവഭയം എൻ്റെ അകത്തുണ്ടായിരുന്നു. പക്ഷേ ഞായറാഴ്ച മാത്രമേ ഉള്ളായിരുന്നു. ബാക്കിയുള്ള ദിവസം ഞാനൊരു പന്നച്ചെറുക്കനായിരുന്നു. അമ്മച്ചി പറഞ്ഞാൽ കേൾക്കത്തില്ല, പപ്പ പറഞ്ഞാൽ കേൾക്കത്തില്ല, ടീച്ചേഴ്സ് പറഞ്ഞാൽ കേൾക്കത്തില്ല. അങ്ങനെ ഞാനൊരു പന്നച്ചെറുക്കൻ. എന്തായാലും ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പം എൻ്റെ പപ്പ മന്നത്ത് പത്മനാഭൻ 1000 രൂപ കൊടുത്തിട്ട് എൻജിനീയറിംഗ് കോളേജിൽ അഡ്മിഷൻ വാങ്ങിച്ചു, പന്തളം പോളിടെക്നിക്. ഹിന്ദുക്കൾക്ക് 500 രൂപ, മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും 1000 രൂപ. പപ്പ 1000 രൂപ കൊടുത്ത് അഡ്മിഷൻ വാങ്ങിച്ചു. 3ാമത്തെ വർഷമായപ്പം ഞാൻ പഠിക്കാൻ ഭയങ്കര മിടുക്കനായിരുന്നു. 3ാം വർഷമായപ്പോൾ എൻ്റെ പേര് നോട്ടീസ് ബോർഡിൽ വന്നു. PG വർഗീസിനെ 3ാം വർഷത്തിൽ നിന്നും 1ാം വർഷത്തിലേക്ക് റെലിഗേറ്റ് ചെയ്തിരിക്കുന്നു, താഴ്ത്തിയിരിക്കുന്നു. വീട്ടിൽ പറയാനൊക്കെ. അതുകൊണ്ട് ഞാൻ ഒളിച്ചോടി ബോംബെയിൽ ചെന്നു. എന്തോ ജോലി കിട്ടും 10ാം ക്ലാസ് പഠിച്ചവന്? ടൈപ്പ് അറിയാമോ? അറിയത്തില്ല. ഇംഗ്ലീഷ് അറിയാമോ? ഐ ഡോണ്ട് നോ. പട്ടാളത്തിൽ ജോലി ആളുകൾ എടുക്കുന്നു എന്നറിഞ്ഞു. ഇച്ചിരി നീളവും ആവശ്യത്തിന് നെഞ്ചുവിരിവും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ചെന്നപ്പോൾ അവരെടുത്തു. സൗന്ദര്യമുള്ളവരെ എളുപ്പം എടുക്കും. എന്നെ ആ കൂട്ടത്തിൽ അങ്ങ് എടുത്തു. ഫലിതം പറഞ്ഞാന്നേ. എൻ്റെ പപ്പ സിഗരറ്റ് വലിക്കുമായിരുന്നു. യാക്കോബായിൽ സിഗരറ്റ് വലിയൊരു മോശമായിട്ട് കണക്കാക്കിയിട്ടില്ല, പ്രത്യേകിച്ച് അന്നത്തെ കാലത്ത്. പപ്പ സിഗരറ്റ് വലിക്കുമായിരുന്നു. ഒരു 4-5 സിഗരറ്റ് ഒരു ദിവസം വലിക്കും. പപ്പ സിഗരറ്റ് വലിച്ചുമ്പോൾ അതിൻ്റെ കുറ്റി എഴിയടിച്ച റബ്ബർ തോട്ടക്കാരുടെ വീടാണ്, അവിടുന്ന് വെളിയിലോട്ട് എറിയും. ഞാനന്ന് കൊച്ചു പയ്യനായിട്ടും സിഗരറ്റിൻ്റെ പുക എന്നെ ആകർഷിച്ചു. അതിങ്ങനെ കിടന്ന് ഡാഡാന്ന് വിളിക്കും, ഡാഡാ ഡാഡാ വാടാ വാടാ. ഞാൻ ഇതും എടുത്തുകൊണ്ട് കാട്ടിപ്പോയിരുന്നു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പറ്റിച്ചു. ഞാൻ സിഗരറ്റ് വലിക്കാൻ തുടങ്ങി. ഞാൻ കള്ളം പറയത്തില്ല കേട്ടോ. ഞാൻ ഇച്ചിരി ആക്ട് ചെയ്യും, പക്ഷേ കള്ളം പറയത്തില്ല. എത്ര സിഗരറ്റ് വലിച്ചാലും എനിക്ക് മതിയാവത്തില്ല. 10 സിഗരറ്റ് ഒരൊറ്റ ഇരിപ്പിനിരുന്ന് വലിക്കും. കാരണം വീട്ടിൽ കൊണ്ടുപോകാനൊക്കത്തില്ല. ഒരു പാക്കറ്റ് സിഗരറ്റ് വാങ്ങിച്ചിട്ട് അത് അവിടെ ഇരുന്ന് മുഴുവൻ. എന്നാലും എൻ്റെ തലയ്ക്ക് പിടിക്കത്തില്ല. കോളേജ് ചെന്നപ്പോൾ ഇതുകൊണ്ടായിരിക്കാം ചിലപ്പം ഇതിനകത്ത് നിക്കോട്ടിൻ എന്ന് പറഞ്ഞൊരു വിഷമുണ്ട്. അതെൻ്റെ തലയ്ക്കകത്ത് കയറിയിട്ടായിരിക്കാം. പഠിപ്പിക്കുന്ന ഒന്നും മനസ്സിലായില്ല. അങ്ങനെ എന്നെ റിലീഗേറ്റ് ചെയ്തേ 3ാം വർഷത്തിൽ നിന്നും 1ാം വർഷത്തിലേക്ക്. പട്ടാളത്തിൽ ചെന്നപ്പം നേരത്തെ ഉണ്ടായിരുന്ന സിഗരറ്റ് വലിയുടെ കൂടെ കള്ളുകൂടി കൂടെ തുടങ്ങി. അതിന് മുമ്പ് ഒരിക്കലും കള്ളു കുടിച്ചിട്ടില്ല. കള്ളു കുടിക്കുന്നവരെ നോക്കി ഞാൻ കരഞ്ഞിട്ടുണ്ട്. എൻ്റെ കോളേജിലെ വിദ്യാർത്ഥികളോട് അമിതമായിട്ട് കള്ളു കുടിക്കും. ഞാനൊരു പ്രധാനപ്പെട്ട പൊസിഷനിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ക്ലർക്കായിട്ട് ജോലി ചെയ്യാണ്. ഓഫീസറല്ല, ക്ലർക്കായിട്ട് ജോലി ചെയ്യാണ്. അപ്പോൾ പകൽ കള്ളു കുടിക്കാനൊക്കത്തില്ല, പക്ഷേ അവധി ദിവസം കള്ളു കുടിക്കാം. വൈകുന്നേരം എന്നും കള്ളു കുടിക്കും. പട്ടാളത്തിൽ ആഴ്ചയിൽ 4 ദിവസമേ കള്ള് കിട്ടത്തുള്ളൂ, റമ്മെന്ന് പറയും. കിട്ടാത്ത ദിവസം വെളിയിൽ പോയിട്ട് പട്ടച്ചാരായം വാങ്ങിച്ചു കുടിക്കും, കള്ളവാറ്റിൻ്റെ. അപ്പോൾ ഞാനൊരു മദ്യപാനിയായി. 120 സിഗരറ്റ്, 12 പാക്കറ്റ് ചാർമിനാർ സിഗരറ്റ് ഒരു ദിവസം വലിക്കും. ഇതിന് രൂപ വേണം. എവിടെ നിന്ന് രൂപ കിട്ടുന്നത്? ഞാൻ വെറും ക്ലർക്കല്ലേ, ശമ്പളം കുറവാണ്. അതുകൊണ്ട് ഞാൻ പട്ടാളത്തിലെ സാധനങ്ങൾ മോഷ്ടിക്കാൻ തുടങ്ങി. ഞാൻ സ്റ്റോറിലാണ്. അപ്പോൾ എനിക്ക് മോഷ്ടിക്കാൻ അവസരമുണ്ട്. അപ്പം ഞാനൊരു കള്ളനായി. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഞാനൊരു വെറും പന്നച്ചെറുക്കനായി. ഞാൻ 2 പാപമേ ഉള്ളൂ ചെയ്യാതെ ഇരുന്നത്. ഒരു സ്ത്രീയെ തൊട്ടിട്ടില്ല, ആരെയും കൊന്നിട്ടില്ല. ബാക്കി എല്ലാ പാപവും നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നതിന് അപ്പുറമായിട്ടുള്ള പാപങ്ങളൊക്കെ ഞാൻ പച്ചവെള്ളം പോലെ മോന്തി കുടിച്ചവനാണ്. എൻ്റെ പപ്പായ്ക്ക് വിഷമമായി. ഭക്തനായ പപ്പ, കരയുന്ന അമ്മച്ചി,
അവർ വിചാരിച്ചെന്നാൽ യവനെ ഒരു പ്രാർത്ഥിക്കുന്ന പെണ്ണിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചാൽ അവൾ കഷ്ടം സഹിച്ചോളും, യവൻ നേരെ ആയെങ്കിലോ. അങ്ങനെ നമ്മുടെ നാട്ടിലെ അധികം പേരുടെ വിചാരം. അതുകൊണ്ട് അങ്ങനെ ഒരു പെണ്ണിനെ, ഒരു മർത്തോമക്കാരി പെണ്ണിനെ എൻ്റെ തലയെ കെട്ടിവെച്ചു. അതോ അവിടെ തലയെ എന്നെ കെട്ടിവെച്ചു, എനിക്കറിഞ്ഞുകൂടാ. അവൾ കരഞ്ഞു, 4 വർഷം കരഞ്ഞു. 4 വർഷം കഴിഞ്ഞപ്പോൾ ലിലി ഗർഭിണിയായത് അലസിപ്പോയി. ഡോക്ടർ പറഞ്ഞു, വാളകം, കൊട്ടാരക്കര വാളകം ആശുപത്രിയിലെ, മർത്തോമ ആശുപത്രിയിലെ ഡോക്ടർ പറഞ്ഞു, ഇനിയും ഗർഭിണിയാകരുത്, നിൻ്റെ ഗർഭപാത്രത്തിനൊരു കുഞ്ഞിനെ 3 മാസത്തിനപ്പുറത്ത് വഹിക്കാൻ സാധ്യമല്ല. 4 കാരണങ്ങൾ പറഞ്ഞു. എനിക്ക് വേഗത്തിൽ പറഞ്ഞു പോയെങ്കിലേ എൻ്റെ വിഷയത്തിലേക്ക് വരുത്തുകയുള്ളൂ. അപ്പോഴെൻ്റെ അളിയൻ പറഞ്ഞു, എനിക്കെഴുതി, ലില്ലിയെ കൂടെ അങ്ങോട്ട് കൊണ്ടുപോകും, അവളൊരു മാനസിക നിരാശയിലാണ്, ഇനിയും കുഞ്ഞുണ്ടാകത്തില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ. അതുകൊണ്ട് ഷേക്സ്പിയറിൻ്റെ പുസ്തകങ്ങളൊക്കെ വായിച്ച് കിടക്കെ തന്നെ കിടക്കുക, അങ്ങോട്ട് കൊണ്ടുപോയാൽ അങ്ങ് സന്തോഷിക്കും. അതുകൊണ്ട് ഞാൻ അന്ന് കാശ്മീരിലാണ് ജോലി ചെയ്യുന്നത്, പട്ടാളത്തിൽ. ലില്ലിയെ കൂടെ കൊണ്ടുപോയി. ലില്ലി വന്നു, ഞങ്ങൾ സന്തോഷമായിരുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ സന്തോഷമായിരുന്നു, അവൾ സന്തോഷമായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ശരി, ഒരു ദിവസം എൻ്റെ ലില്ലി പറഞ്ഞു, ലില്ലി ആ സമയത്ത് ഗർഭിണിയായി. ഡോക്ടർമാർ പറഞ്ഞു 1, 2, 3, 4. അവിടെ 3 ഡോക്ടർമാർ, കേരളത്തിലുള്ള ഡോക്ടർ പറഞ്ഞു, ഒരു കാലത്തും ഈ കുഞ്ഞ് ജനിക്കത്തില്ല, 3-ാമത്തെ മാസത്തിൽ മിസ്കാരേജ് ആവും. ചിലർ അബോർഷൻ എന്ന് പറയും, ശരിയാണ്. പക്ഷേ മിസ്കാരേജ് എന്നുള്ള വാക്കാണ് കുറച്ചുകൂടെ കറക്റ്റ്. മരുന്ന് കൊടുത്ത് അലസിപ്പിക്കുന്നതിനാണ് അബോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പറഞ്ഞു 3-ാമത്തെ മാസത്തിൽ മിസ്കാരേജ് ആവും, 5-ാമത്തെ മാസത്തിൽ മിസ്കാരേജ് ആവും. അവസാനം പറഞ്ഞു, ഇത് ജനിക്കുന്നത് ചാപിള്ളയായിട്ടായിരിക്കും. ഞാൻ വിചാരിച്ചു, ഞാൻ അതേ അറിയിക്കുന്നുള്ളൂ, കാരണം ഞാൻ മഹാഭാവിയാണ്, ഭാവിയല്ല മഹാഭാവിയാണ്. അപ്പം എനിക്കത്, ഞാനതിന് യോഗ്യനാണ്. ആ സമയത്ത് അതുവഴി ഒരു CSIയിലെ ഉപദേശിയുടെ ഭാര്യ അതുവഴി പോകുമായിരുന്നു, അവിടുത്തെ മിഷണറി. ഞങ്ങൾ പാസ്റ്റർ എന്ന് വിളിക്കും. അദ്ദേഹം ആരും ഓർഡിനേഷൻ കൊടുത്തൊന്നുമല്ല, അവിടെ ഒന്ന് സുവിശേഷ വേല ചെയ്തപ്പോൾ ഒരു സഭയുണ്ടായി, സഭയുടെ പാസ്റ്ററായി. അദ്ദേഹത്തിൻ്റെ ഭാര്യ അതുവഴി പോകുമായിരുന്നു. ആരാണ്ട് പറഞ്ഞു, ഇവിടെ ഒരു പുതിയ കുടുംബം വന്നിട്ടുണ്ട്, ആ പെങ്കൊച്ച് എപ്പോഴും പകലെല്ലാം ഇരുന്ന് കരച്ചില്ല. ആ അമ്മാമ്മ അങ്ങോട്ട് കയറി വന്ന് കഴിയുമ്പോൾ ലില്ലിയുടെ കച്ച് ചോദിച്ചു, എന്താ കാര്യം? ലില്ലി പറഞ്ഞു, എനിക്ക് കുഞ്ഞുങ്ങളുണ്ടാകത്തില്ല എന്ന് പറയുന്നു, ഗർഭിണിയാവുന്നതിന് മുമ്പേ. ആ അമ്മമ്മ പ്രവചിച്ച് പറഞ്ഞു, പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച CSIക്കാരി അമ്മമ്മ പറഞ്ഞു, നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും, നിനക്കൊരു ആൺകൊച്ച് ജനിക്കും, ആ ആൺകൊച്ച് എൻ്റെ വേല ചെയ്യും. ലില്ലി വിശ്വസിച്ചു. ഞാൻ 10ാം ക്ലാസ് പഠിച്ചില്ലയോ, എനിക്ക് കുറച്ചുകൂടെ ബുദ്ധിയുണ്ട്. ലില്ലി എന്നേക്കാൾ കൂടുതൽ പഠിച്ചതാണ് കേട്ടോ. പക്ഷേ ഞാൻ വിചാരിച്ചു, 4 ഡോക്ടർമാർ, ജമ്മു കാശ്മീരിലെ ഏറ്റവും സീനിയർ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കമലം, അവർ വരെ പറഞ്ഞതാ പ്രഗ്നൻ്റ് ആവത്തില്ല, ആയാലും 3-ാമത്തെ മാസം. ഡോക്ടർമാർ പറഞ്ഞത് ഞാൻ വിശ്വസിച്ചു. ലില്ലി ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞത് വിശ്വസിച്ചു. ലില്ലി 5 മാസം ഗർഭിണിയായി. ഒരു ദിവസം ഞാൻ ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ലില്ലി പറഞ്ഞു, ഇവിടെ കാശ്മീരിൽ നിന്ന് പാകിസ്ഥാനിൽ നിന്ന് വന്ന ഒരു മുസ്ലിം സുവിശേഷം പ്രസംഗിക്കുന്നു. എനിക്കറിഞ്ഞുകൂടാ മുസ്ലിം എന്തിനാ യേശുവിനെ പറ്റി പ്രസംഗിക്കുന്നെന്ന്. ഞങ്ങളുടെ നാട്ടിലെ അന്നത്തെ യാക്കോബസയിൽ നിന്നും അന്യമതത്തിൽ നിന്ന് ഒരാളും വരത്തില്ല. ഇത് പറഞ്ഞ് മുസ്ലിം വന്നിരിക്കുന്നത്, എന്താ കാര്യം? ലില്ലി പറഞ്ഞു, എനിക്ക് പറഞ്ഞുകൂടാ, നമുക്ക് പോകാം. ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞിട്ടും ലില്ലി എൻ്റെ പുറത്ത് പ്രഷർ ഇട്ടത് കാരണം ഞാൻ പോയി. ഞാനവിടെ പോയിരുന്നു. നമ്മൾ ആദ്യം ചെല്ലുമ്പോൾ എപ്പോഴും പുറകിലായിരിക്കുമല്ലോ ഇരിക്കുന്നത്, ഞാൻ പുറകിലിരിക്കുകയാണ്. ആ ജോർദാൻ ഖാൻ പ്രസംഗിച്ച കൂട്ടത്തിൽ തൻ്റെ സാക്ഷ്യം പറഞ്ഞു. അദ്ദേഹം പാകിസ്ഥാനിലെ റാവൽപിണ്ടിക്കാരനാണ്. കൊച്ചുനാളിലെ ഹുക്ക വലിക്കാൻ തുടങ്ങി. പാകിസ്ഥാനികളുമൊക്കെ ഹുക്ക വലിക്കും, രാജാക്കന്മാർ വലിച്ചുകൊണ്ടിരുന്ന പുകക്കുഴൽ വലിച്ചുകൊണ്ട്. അങ്ങ് വെളിയിൽ പോകുമ്പം അതുകൊണ്ട് നടക്കാനൊക്കത്തില്ല, അപ്പോൾ സിഗരറ്റ് വലിക്കും. ആസ്മ സഹിക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ, ആത്മഹത്യ ചെയ്യാമെന്ന് വിചാരിച്ചു. 18-19 വയസ്സേ ഉള്ളൂ. റാവൽപിണ്ടി റെയിൽവേ സ്റ്റേഷനിൽ പോയി ഇരിക്കുകയാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യാനായിട്ട്, സിഗരറ്റും വലിച്ചുകൊണ്ട്. ഒരാൾ വന്നിട്ട് കടലാസ് കൊടുത്ത് പോയി. അദ്ദേഹം ആ കടലാസ് വാങ്ങിച്ചു. പാകിസ്ഥാനിലെ ഉറുദു ഭാഷയിൽ എഴുതിയിരുന്നു, യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. അയാളതെടുത്ത് ദൂരെ കളഞ്ഞു. യേശുക്രിസ്തു നബിയല്ലയോ, നബിക്ക് അങ്ങനെ ഒരാളിനെ രക്ഷിക്കാൻ കഴിയും, എടുത്ത് കളഞ്ഞു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് വേറെ ഒന്നും ചെയ്യാനില്ലെങ്കിൽ ട്രെയിൻ വരാൻ സമയം ഒത്തിരി ബാക്കിയുണ്ട്. സമയം കൊല്ലാനായിട്ട് ആ കടലാസ് അദ്ദേഹം എടുത്തു. അദ്ദേഹം വായിച്ചു, സിഗരറ്റ് വലിയിൽ നിന്ന് വിടുതൽ തരും.
അദ്ദേഹത്തിന് സിഗരറ്റ് വലിയിൽ നിന്ന് വിടുതൽ കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിൻ്റെ അവസാനം പറഞ്ഞിരുന്ന പശ്ചാത്താപത്തിൻ്റെ, അനുതാപത്തിൻ്റെ പ്രാർത്ഥന പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ 2 അത്ഭുതം നടന്നു. ഒന്ന്, അയാൾക്ക് സിഗരറ്റ് വലിയോട് ദേഷ്യം വന്നു, സിഗരറ്റ് എടുത്ത് ദൂരെ കളഞ്ഞു. മാത്രമല്ല ആസ്മ സുഖമായി. അതിനകത്ത് രോഗശാന്തിയെപ്പറ്റി പറഞ്ഞിട്ടേ ഇല്ല. പക്ഷേ രണ്ടും കൂടെ ഒന്നിച്ച് സംഭവിച്ചു. ഞാൻ ഈ കഥ കേട്ടു വെച്ച് തിരിച്ചു പോവാണ്. 1971 ഒക്ടോബർ മാസം 1-ാം തീയതി രാത്രി ഒരു 8:30-9 മണിക്ക് മുമ്പേ പട്ടാളത്തിൻ്റെ വണ്ടിയിൽ പോവുകയാണ്. പട്ടാളത്തിൻ്റെ വണ്ടി നിറച്ച ആളുകളാണ്. എല്ലാവരെയും കൂടെ കൊണ്ടുവന്നിരിക്കുകയാണ് നാട്ടുകാർ. പട്ടാളക്കാരൻ ഞാനും വണ്ടി ഓടിക്കുന്ന ഒരു ഓഫീസർ മാത്രമേ ഉള്ളൂ. എന്തായാലും ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ച് ആ മുസ്ലിം ജോർദാൻ ഖാൻ പ്രാർത്ഥിച്ചതുപോലെ ഞാനും പ്രാർത്ഥിച്ചു. യേശുവേ, നീ ക്രൂശിൽ മരിച്ചത് പാപികളെ രക്ഷിക്കാനാണെന്ന് ഞാൻ ഇന്ന് കേട്ടു. ഞാനൊരു മഹാപാപിയാണ്, എന്നോട് കരുണ കാണിക്കണമേ. നിൻ്റെ രക്തം എനിക്ക് വേണ്ടിയാണ് കാൽവറി ക്രൂശിൽ ചൊരിഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിൻ്റെ രക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ, എന്നെ രക്ഷിക്കണമേ. ഒരു വലിയ അത്ഭുതം നടന്നു. എൻ്റെ മനസ്സിനകത്ത് ഭയങ്കര സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ആ വണ്ടിക്കകത്തുനിന്ന് ചാടി ഇറങ്ങി വീട്ടിലോട്ട് പോകാനായിട്ട് ചാടിയിറങ്ങി ഒരു ഇറങ്ങണം, പിന്നെ ഒരു കയറ്റം കയറിപ്പോകണം. ഞാൻ അങ്ങോട്ട് ഓടിപ്പോയി. ഞാൻ ഇട്ടിരുന്ന ഷൂസിൻ്റെ നിറം എനിക്ക് ഓർമ്മയുണ്ട്, പാൻറ്റിൻ്റെ നിറം എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഇട്ടിരുന്ന ഷർട്ടിൻ്റെ നിറം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ചെന്ന് കതകിന് കൊട്ടി. ലില്ലി വന്ന് കതക് തുറന്നു. ഞാൻ വെളിയിൽ തന്നെ ഇങ്ങനെ ലില്ലിയെ നോക്കി അങ്ങ് നിന്ന്, കൊച്ചേ നീ സുന്ദരിയാന്നല്ലോ. ലില്ലി വിചാരിച്ച് ഞാൻ കള്ളു കുടിച്ചാന്ന്. 4 വർഷത്തിലൊരിക്കൽ പോലും ഞാൻ ആ കൊച്ചിനെ സുന്ദരി എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ സുന്ദരി അല്ലല്ലോ, പിന്നെ അങ്ങനെ സുന്ദരിയാന്ന് പറയുന്നത്? വലിച്ചു നീട്ടിയാൽ 5 അടി കഷ്ടിച്ച് നീളമേ ഉള്ളൂ. അതുകൊണ്ട് പക്ഷേ ലില്ലി പറഞ്ഞു, എന്തോ കള്ളു കുടിച്ചോ? ഞാൻ പറഞ്ഞില്ല. എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ ലില്ലി അങ്ങ് വിശ്വസിച്ചു. ഞാൻ പറഞ്ഞു, ഞങ്ങൾ 2 മുറിയിലാണ് താമസിക്കുന്നത്. ഒരു മുറി അപ്പുറത്ത് അടുക്കള, നടുക്കൂടെ വാതിലില്ല, അപ്പുറത്തൂടെ പോകണം. അപ്പം ലില്ലി ആഹാരം ചൂടാക്കാനായിട്ട് പോയി. ഒക്ടോബർ മാസം തണുപ്പാണ് കാശ്മീരിൽ. ഞാൻ പറഞ്ഞു, ഞാൻ അടുത്ത വീട്ടിൽ കുഞ്ഞിരാമൻ എന്ന് പറഞ്ഞ ഒരു മണിമലക്കാരനുണ്ട്, പട്ടാളക്കാരനാണ്. കുഞ്ഞിരാമൻ്റെ യേശുവിനെ പറ്റി പറയട്ടെ. ഞാൻ ഇന്ന് കുഞ്ഞിരാമനെ വിളിച്ചുണർത്തി. അവിടെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും 8:30 ഉറങ്ങും. കുഞ്ഞിരാമനെ വിളിച്ചുണർത്തി. കുഞ്ഞിരാമൻ്റെ ഞാൻ പറഞ്ഞു, കുഞ്ഞിരാമ, ഒരു വലിയ അത്ഭുതം നടന്നു കേട്ടോ. ഞാൻ ഇന്നൊരു മീറ്റിങ്ങിൽ പോയി യേശുവിനെ പറ്റി കേട്ടു. യേശു പാപികളെ രക്ഷിക്കുന്നു കേട്ടു. ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് വണ്ടിക്കകത്തിരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് സമാധാനം കിട്ടി, ഭയങ്കര സമാധാനം. കുഞ്ഞിരാമനും വിചാരിച്ച് ഞാൻ കള്ളു കുടിച്ചാണ്. എൻ്റെയൊക്കെ പറഞ്ഞ സാറ് പോയി കിടന്നുറങ്ങും, നേരം വെളുക്കുമ്പോൾ എല്ലാം നേരെയാവും. പക്ഷേ നേരം വെളുത്തപ്പോൾ എല്ലാം കുറച്ചുകൂടെ കുഴപ്പമായതേ ഉള്ളൂ. ഞാൻ റോഡിൽ പോയി എന്നിട്ട് പറയാൻ തുടങ്ങി, ഓഫീസിൽ എന്നിട്ട് പറയാൻ തുടങ്ങി, എല്ലാവരോടും പറയാൻ തുടങ്ങി. അന്ന് പിടിച്ച കിറുക്കാണ് ഇത് കൂടി വരികയാണ്. അത് ഒക്ടോബർ 1-ാം തീയതി ആയിരുന്നു. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഞാൻ ലില്ലിയെ കൊണ്ട് നടക്കാൻ പോകുന്നില്ല. കാണാൻ കൊള്ളാത്ത ഒരു കൊച്ചിനെ സുന്ദരനായ ഒരു മനുഷ്യൻ കൊണ്ട് നടക്കാമെങ്കിൽ ആളുകൾ എന്താ പറയും, ഇയാൾക്ക് ഇതിനെ മാത്രമേ കിട്ടിയുള്ളൂ എന്ന് പറയത്തില്ലയോ? പക്ഷേ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലായി അവൾ സുന്ദരിയാന്ന്. ഞാൻ വിചാരിച്ച എല്ലാവരും കാണണം. അതുകൊണ്ട് ഞാൻ റോഡിൽ കൂടി ഇങ്ങനെ കൊണ്ട് നടക്കും. സാരിയൊക്കെ കൊടുത്ത് ലില്ലി പുറകെ വരും, ഞാൻ കൂടെ നടക്കും. പുറകെ നടത്തത്തില്ല കേട്ടോ, അത് പഴയ കഥ. എഫ്സെപ്പിയാരായ യേശുവായ മേരാ ജീവൻ ബദൽക്കയ. യേശു എന്നുള്ളത്തിൽ വന്ന നാളിൽ എന്ത് മാറ്റം വന്നു. പണ്ടായിരുന്നു പുറകെ നടത്തുന്നത്, ഇപ്പോൾ കൂടെ നടത്തും. റോഡിൽ കൂടി ഇങ്ങനെ പോയിട്ട് ജമ്മു കാശ്മീർ മുഴുവൻ മലകളാണ്, കുന്നുകളാണ്, പർവ്വതങ്ങളാണ്. അപ്പോൾ ഒരു പർവ്വതം, വേറൊരു പർവ്വതം, ഇവിടെ ഒരു പർവ്വതം, അവിടെ ഒരു പർവ്വതം. അപ്പം ഞങ്ങൾ ഏതെങ്കിലും ഒരു പർവ്വതത്തിൽ കൂടെ നടക്കും ഒരു ദിവസം, അടുത്ത ദിവസം വേറൊരു പർവ്വതത്തിൽ. രക്ഷിക്കപ്പെട്ടതിൻ്റെ അടുത്ത ദിവസം തൊട്ട് നടക്കും. ഇതിൽ ഇച്ചിരി കപ്പലണ്ടി വറുത്ത് വെക്കും, അല്ലെങ്കിൽ പക്കാവട ഉണ്ടാക്കും. ഇത് പോയി എവിടെയെങ്കിലും ചെന്നിട്ട് ആ പർവ്വതത്തിലെ ഒരു പാറയിലിരുന്നിട്ട് ഞങ്ങളിത് കഴിക്കും. എന്നിട്ട് 2 പാട്ട് പാടും. പഴയ പാട്ടുകളൊക്കെ എനിക്കറിയാം. കാരണം ഞങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥനയുണ്ട് രാവിലെയും വൈകിട്ടും. അതുകൊണ്ട് പാട്ടുകളൊക്കെ അറിയാം. പക്ഷേ ലില്ലിക്ക് ഇംഗ്ലീഷ് പാട്ടുകളും അറിയാമായിരുന്നു. ലില്ലി മർത്തോമക്കാരിയാണ്. അവിടെ യുവജനസഖ്യമുണ്ട്. ആ യുവജനസഖ്യത്തിനകത്ത് പോകുമ്പോൾ ഇംഗ്ലീഷ് പാട്ടുകളോടൊക്കെ പഠിച്ചു ലില്ലി. ആ ഇടയ്ക്ക് എനിക്ക് ബൈബിൾ സൊസൈറ്റി, ഞാൻ ട്രാക്റ്റുകളൊക്കെ എഴുതി വരുത്തും എല്ലായിടത്തുനിന്നും, എന്നിട്ട് വിതരണം ചെയ്യും. ബൈബിൾ സൊസൈറ്റിയിൽ നിന്ന് വന്നതിനകത്ത് ഒരു 50-100 യോഹന്നാൻ്റെ സുവിശേഷ പ്രതി പട്ടാളക്കാർക്ക് കൊടുക്കാനുള്ള എൻ്റെ സ്പെഷ്യൽ പതിപ്പുണ്ടായിരുന്നു. അതിൻ്റെ അവസാനം 5-6 ഇംഗ്ലീഷ് പാട്ടുകളും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ലില്ലി ആ പാട്ടുകൾ പാടും, ഞാൻ കൂടെ പാടും.
ഒരു ദിവസം പാടിയത് ക്രിസ്മസ് ആഴ്ചയാണ്, രക്ഷിക്കപ്പെട്ടിട്ട് 3 മാസം കഴിഞ്ഞു. ഒരു ദിവസം പാടിയത് ആദ്യത്തെ പാട്ട് എനിക്ക് അറിഞ്ഞുകൂടാ. രണ്ടാമത്തെ പാട്ട് പാടിയത് ദ റോക്ക് ഓഫ് ഏജസ് ക്ലെഫ്റ്റ് ഫോർ മീ. അപ്പോൾ എനിക്ക് ഇംഗ്ലീഷും അറിയത്തില്ല വലുതായിട്ട്. ലില്ലിക്കറിയാം, ലില്ലി ട്രെയിൻഡ് ടീച്ചറാണ്. അപ്പം ഞാൻ ലില്ലിയൊക്കെ ചോദിച്ചു, ലില്ലി ക്ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തു അർത്ഥം? പിളർന്ന ഒരു പാറയെ പാട്ട് കേട്ടുള്ളൂ, അതിൻ്റെ ഇംഗ്ലീഷാണ്. പിളർന്ന, പൊട്ടിയ, തകർന്ന. അതെന്തു കൊച്ചേ? ഏത് പാറയാ പൊട്ടിയത്? യേശുക്രിസ്തുവിൻ്റെ ചങ്ക. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, നിങ്ങൾ യാക്കോബിലായിരിക്കുന്നതുകൊണ്ട് കണ്ടിട്ടുണ്ട് യേശുവിൻ്റെ ഒരു ക്രൂശിത രൂപം, ചങ്കിനകത്തൂടെ ചോര ഒഴുകുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ യേശുവിൻ്റെ ചങ്ക എനിക്ക് വേണ്ടി, എന്നെ രക്ഷിക്കാനായിട്ട്. ലോകത്തെ രക്ഷിക്കാനുള്ളത് രണ്ടാമത്തെ കാര്യം, എന്നെ രക്ഷിക്കാൻ. ഞാൻ വികാരഭരിതനായി. ഞാൻ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം. ലില്ലി പറഞ്ഞു തണുക്കുന്ന വീട്ടിൽ പോകാം. ഞാൻ എൻ്റെ കോട്ടോട് ഊരി ഞാൻ ലില്ലിക്ക് കൊടുത്തു. ഞാൻ പറഞ്ഞില്ല, എനിക്ക് പ്രാർത്ഥിക്കണം. എന്നിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ പ്രാർത്ഥന ചെറുതാണ് എപ്പോഴും, അന്നും ഇന്നും. ഞാൻ ചെറിയ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ലില്ലിയുടെ പ്രാർത്ഥന ഒത്തിരി നീണ്ടതാണ്. ലില്ലി നീട്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കണ്ണു തുറന്ന് ആരാധിക്കുകയാണ്. ഞാൻ കണ്ണു തുറന്നാണ് പ്രാർത്ഥിക്കുന്നത് മിക്കവാറും. അതുകൊണ്ട് ഞാൻ കണ്ണു തുറന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ കണ്ടു, അപ്പുറത്തെ ഒരു പർവ്വതത്തിൽ നിന്ന് തീനാളങ്ങൾ ഉയരുന്നു. അവിടെ വേറൊരു തീനാളം, ഇവിടെ വേറൊരു തീനാളം. പെട്ടെന്ന് 10, 30, 40, 50 തീനാളങ്ങൾ കണ്ടു. ഞാൻ പറഞ്ഞു, കൊച്ചേ പ്രാർത്ഥന നിർത്തിയാട്ടെ, എന്താ കാര്യം? ഞാൻ പറഞ്ഞു, ആ തീനാളങ്ങൾ കണ്ടോ? ലില്ലി പറഞ്ഞു, നമ്മൾ എന്നും കാണും. ഞാൻ പറഞ്ഞു, അതല്ല ഞാൻ പറഞ്ഞത്. അടുത്ത ആഴ്ച നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കാൻ പോവുകയാണ്. അവിടെ ആളുകളുണ്ട്. ലോകത്തിലൊരു ക്രിസ്മസ് ഉണ്ടായെന്നവരെ ആരും കേട്ടിട്ടില്ല. ലില്ലി പറഞ്ഞു, അവരെങ്ങനെ കേൾക്കും? ആര് ഒന്നാമത്തെ പർവ്വതം, രണ്ടാമത്തെ പർവ്വതം, മൂന്നാമത്തെ പർവ്വതം ആര് കയറിപ്പോവും? ഞാൻ പറഞ്ഞു, ലില്ലി എനിക്ക് നല്ല ആരോഗ്യമുണ്ട്, ഞാൻ പോകട്ടെ. ലില്ലി കരയാൻ തുടങ്ങി. ലില്ലി പറഞ്ഞു, ഈ വയറിനകത്തൊരു കുഞ്ഞുണ്ട്, അച്ചായൻ പോയാൽ ആരെങ്കിലും തല്ലിക്കൊല്ലും. ഈ കുഞ്ഞിന് അപ്പൻ കാണത്തില്ല, അച്ചായൻ പോകണ്ട. അച്ചായൻ പട്ടാളത്തിൽ സുവിശേഷം ഇല്ലയോ, ട്രാക്ട് കൊടുക്കുകയില്ലയോ? ഞാനൊരു ടീച്ചറാണ്, എനിക്ക് വിദ്യാർത്ഥികളെ യേശുവിൻ്റെ അടുക്കിലേക്ക് നടത്തുവാൻ കഴിയും. മിഷണറിമാരാകാതെ നമുക്ക് മിഷണറിമാരാകാം. ഞാൻ പറഞ്ഞു, അല്ലല്ലേ, അവിടെയുള്ളവർ 2000 വർഷം കഴിഞ്ഞിട്ടും ആ പർവ്വതത്തിലുള്ളവർ യേശുവിനെ പറ്റി കേട്ടിട്ടില്ല. അവർ ഒരിക്കലെങ്കിലും കേൾക്കണ്ടായോ? ഒരു ക്രിസ്മസ് ഉണ്ടായെന്ന് കേൾക്കണ്ടായോ? ലില്ലി ഒരിക്കലെങ്കിലും. ഞാൻ വികാരഭരിതനായിരുന്നു. ലില്ലി പറഞ്ഞു, അച്ചായ എനിക്ക് മനസ്സ് വരുന്നില്ല, പക്ഷേ അച്ചായൻ പോകാമെങ്കിൽ ഞാൻ കൂടെ വരാം. ഞങ്ങൾ രണ്ടുപേരും കൂടെ കൈ കോർത്ത് പിടിച്ച് ആ പർവ്വതത്തിലേക്ക് നോക്കി, ആ തീനാളങ്ങളെ നോക്കിക്കൊണ്ട് ഞങ്ങൾ ജീവിതം സമർപ്പിച്ചു. സുവിശേഷം കേട്ടിട്ടില്ലാത്തവരോട് സുവിശേഷം പറയണം. ഞാൻ എൻ്റെ ജോലി രാജിവെച്ചു. ലില്ലിക്ക് ടീച്ചറിൻ്റെ ജോലി 99% വക്കത്ത് വന്നിരിക്കുകയായിരുന്നു. അതും വിട്ടിട്ട് ഞങ്ങൾ കാശ്മീരിൽ കട്ര വൈഷ്ണവദേവി എന്ന് പറയുന്ന സ്ഥലത്ത് പോയി സുവിശേഷ വേല തുടങ്ങി. കട്ര വൈഷ്ണവദേവി എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ ഒരു പിൽഗ്രിം സെൻ്ററാണ്. പിൽഗ്രിം സെൻറ്റർ തീർത്ഥാടന സ്ഥലമാണ്. ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ വരുന്നത് അവിടെയാണ്, വേറെ എങ്ങുമല്ല. ശബരിമലയല്ല, വേറെ എങ്ങുമല്ല, കട്രയിലാണ്. ഞങ്ങൾ അവിടേക്ക് പോയി. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഒരൊറ്റ ക്രിസ്ത്യാനി പോലും അവിടെ ഇല്ലായിരുന്നു. അവിടെ സുവിശേഷ പ്രവർത്തനം ചെയ്തു. 1 വർഷത്തിനകത്ത് 100 പേര് സ്നാനപ്പെട്ടു. നിങ്ങൾ വിചാരിച്ചേക്കാം 100 എന്ന് പറയുന്നത് വലിയ സംഖ്യ അല്ല എന്ന്. അവിടെ ആരും 15 പേരെ അവരുടെ ജീവിതകാലത്ത് സ്നാനപ്പെടുത്തിയിട്ടില്ല. എൻ്റെ പാസ്റ്റർക്ക് പോലും 13 പേരേ ഉണ്ടായിരുന്നുള്ളൂ 10 വർഷത്തിനകത്ത്. പാസ്റ്ററുടെ കുഴപ്പമല്ല കേട്ടോ, പാസ്റ്റർ വലിയ മഹാനാണ്, വേദപണ്ഡിതനാണ്, സമർപ്പണമുള്ള മനുഷ്യനാണ്. ദൈവം എന്നോട് കരുണ കാണിച്ച് 100 പേരെ തന്നു. 3 വർഷത്തിനകത്ത് 12 സഭകൾ സ്ഥാപിതമായി. അത് കഴിഞ്ഞപ്പോൾ ഈ സഭയ്ക്കൊക്കെ പാസ്റ്റർമാരെ ആവശ്യം വന്നു. തന്നല്ല, എന്നെപ്പറ്റി പലരും കേട്ടു, കേരളത്തിൽ നിന്നൊക്കെ പ്രവർത്തിക്കാനായിട്ട് വരാൻ തുടങ്ങി. അവർക്കൊരു മിഷണറി ട്രെയിനിങ് ആവശ്യമായതിനാൽ ഒരു ബൈബിൾ സ്കൂൾ തുടങ്ങേണ്ട ആവശ്യം വന്നു. എവിടെയാണ്? കാശ്മീർ അന്നും ഇന്നും ഒരു ബൈബിൾ സ്കൂൾ തുടങ്ങാനുള്ള നല്ല സ്ഥലമല്ല, പല കാരണങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ പഞ്ചാബിലേക്ക് മാറി. കാശ്മീരിൽ 5 വർഷം, പഞ്ചാബിൽ 9 വർഷം. 9 വർഷം കൊണ്ട് ഏകദേശം 25 സഭകൾ സ്ഥാപിച്ചു. ഞാനല്ല, എൻ്റെ കൂടെയുള്ളവർ. ഞാനും ചെയ്തു. ഞാൻ എല്ലായിടത്തും പോകുന്ന മനുഷ്യനാണ്. അത് കഴിഞ്ഞപ്പോൾ 1986 ഡൽഹിയിലേക്ക് മാറുവാൻ കാരണമുണ്ടായി. അതുകൊണ്ട് ഞങ്ങൾ ഡൽഹിയിലേക്ക് മാറി. അന്ന് മുതൽ ഇന്ന് വരെ ഡൽഹിയിലും ഒക്കെ ഓടി നടന്ന് പ്രസംഗിക്കുകയാണ്. ഡൽഹിയിലും അടുത്തുള്ള സ്ഥലങ്ങളിലും വടക്കേ ഇന്ത്യ മുഴുവൻ. വടക്കേ ഇന്ത്യയാണ് എൻ്റെ പ്രവർത്തന മേഖല. എൻ്റെ ഹൃദയത്തിനകത്തൊരാഗ്രഹം ഉണ്ടായി.
ഓരോ സ്റ്റേറ്റിലും ഒന്ന് പോയിട്ട് പ്രാർത്ഥിക്കണം, കാല് ചവിട്ടി പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ഞാനും എൻ്റെ കൂടെയുള്ള 3 സഹോദരന്മാർ, ഞങ്ങൾ 4 സുവിശേഷ വേലക്കാരും ഒരു വെഹിക്കിൾ മെക്കാനിക്കും കൂടെ 4 മോട്ടോർ സൈക്കിളിനകത്ത് യാത്ര ചെയ്തു. എല്ലാ സ്റ്റേറ്റിലും പോയി, വടക്കേന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും. ഡൽഹിയിൽ നിന്നും ബോംബെയിൽ നിന്നും കൽക്കട്ട, നേരെയല്ല പോകുന്നത്, കറങ്ങിത്തിരിഞ്ഞ് കൽക്കട്ടയിൽ നിന്ന് നേപ്പാൾ, ഭൂട്ടാൻ, അവിടെ നിന്നും കാശ്മീർ. വടക്കേന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും ഞങ്ങൾ കാല് ചവിട്ടി പ്രാർത്ഥിച്ചു. സുവിശേഷം പ്രസംഗിക്കുന്നു ചിലയിടത്തൊക്കെ. മിക്കവാറും എല്ലാ ദിവസവും ഓരോ ദിവസങ്ങളും വെള്ളത്തെങ്കിലും ഞങ്ങൾ പ്രസംഗിച്ചിരിക്കും. ഞങ്ങൾ തിരികെ വന്നു, 29 ദിവസം കൊണ്ട് തിരികെ വന്നു. ദൈവം ചെയ്തൊരു അത്ഭുതം കൂടെ പറയട്ടെ. ഞാൻ പോകുന്നതിൻ്റെ തലേ ദിവസം രാത്രി എനിക്കൊരു ഭയം. ഞാൻ 3 പേരെയും കൂടെ കൊണ്ടുപോവാണ്, വേറൊരു വെഹിക്കിൾ മെക്കാനിക്കും ഉണ്ട്. ആർക്കെങ്കിലും ഒരു അപകടം പറ്റിയാൽ അവരുടെ ഭാര്യ എന്തോ പറയും? PG വർഗീസിന് വല്ല ആവശ്യം ഉണ്ടായിരുന്നു, എൻ്റെ അച്ചായനെ കൂടെ കൊണ്ടുപോയി കണ്ടില്ലയോ, കൊന്നുകളില്ലയോ? ഭയം, എനിക്കൊരു പേടി വന്നു. ഞാൻ അടുത്തുള്ള ഒരു പാർക്കിലേക്ക് നടക്കാൻ പോയി ഞാൻ ദൈവത്തിൻ്റെ ഒക്കെ പറഞ്ഞു, കർത്താവെ, ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയാൽ, ദൈവം എൻ്റെ ഒക്കെ പറഞ്ഞു, നിങ്ങളെല്ലാവരും, ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് ഞാൻ മലയാളത്തിൽ പറയാൻ ശ്രമിക്കാം, മലയാളത്തിൽ വരുന്നില്ല. യു വിൽ കം ബാക്ക് വിത്തൗട്ട് എ സ്ക്രാച്ച്. ഒരു പോറൽ പോലും ഏൽക്കാതെ നിങ്ങളെല്ലാവരും തിരികെ വരും. എനിക്ക് നല്ല ഉറപ്പായി. ഞങ്ങൾ 5 പേരും വീണു, ആർക്കും ഒരു പോറൽ പോലും ഉണ്ടായില്ല. 5 എൻ്റെ മുമ്പിൽ പോയ ഒരു ബ്രദർ സാഹു ഞാൻ കണ്ടു 3 പ്രാവശ്യം ഉരുളുന്നത് കണ്ടു. അതിനപ്പുറത്ത് കുഴിയാണ്, ഏകദേശം ഒരു 5000-6000 അടി താഴ്ചയിലുള്ള കുഴിയാണ് ഹിമാചൽ പ്രദേശിലെ. പക്ഷേ ഞങ്ങൾക്ക് ആർക്കും ഒരു പോറൽ പോലും ഏൽക്കാതെ ദൈവം പറഞ്ഞു, അങ്ങനെ സംഭവിച്ചു. ദൈവം പറഞ്ഞാൽ അതിന് അപ്പീലില്ല, ദൈവം പറഞ്ഞാൽ അങ്ങനെ തന്നെ സംഭവിക്കും. അപ്പോൾ 29 ദിവസം കൊണ്ട് ഞങ്ങൾ വടക്കേ ഇന്ത്യ മുഴുവൻ കവർ ചെയ്തിട്ട് വന്നു. ഒരു 13 വർഷത്തിന് മുമ്പ് എനിക്കൊരാഗ്രഹം ഉണ്ടായി, കന്യാകുമാരി മുതൽ കാശ്മീർ വരെ യാത്ര ചെയ്യണം. ആഗ്രഹം ഉണ്ടായി, പ്രാർത്ഥിച്ചു, പക്ഷെ ഒന്നും നടന്നില്ല. ആ ആഗ്രഹത്തിന് പോലും ഒരു ഉന്മേഷം ഉണ്ടായില്ല. അതുകൊണ്ടങ്ങ് മാറ്റിവെച്ചു. 3-4 വർഷത്തിന് മുമ്പ് എനിക്ക് 80 വയസ്സായപ്പോൾ, എനിക്ക് 80 വയസ്സ്, ഇന്ത്യൻ ഇമാജിക്, എനിക്ക് സുവിശേഷ വിലയ്ക്ക് ഇറങ്ങിയിട്ട് 50 വർഷം. സായിപ്പന്മാർക്കൊക്കെ 50ാമത്തെ വർഷം ഭയങ്കര ആഘോഷം, ബലൂൺ പറത്തുന്നുമൊക്കെ. ഞാനും വിചാരിച്ചു ഞാനും ഒന്ന് ആഘോഷിക്കണം. സായിപ്പ് ചെയ്യുന്നത് പോലല്ല എൻ്റെ മാർഗത്തിൽ. കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ നടന്ന, എൻ്റെ നാടാണല്ലോ, എനിക്ക് ജന്മം തന്ന കേരള നാട്. ഞങ്ങൾക്ക് തെക്കേ ഇന്ത്യ വേലയില്ല കേട്ടോ, തെക്കേ ഇന്ത്യ വേല തുടങ്ങത്തുമില്ല, ഞാൻ ജീവനോടുള്ള കാലത്തോളം. ഞാൻ വിചാരിച്ചു കന്യാകുമാരി മുതൽ കാസർഗോഡ്, കർണാടകത്തിൻ്റെ ബോർഡർ വരെ യാത്ര ചെയ്തിട്ട് റോഡിൽ നിന്ന് പ്രസംഗിക്കണം. ഒരു ചർച്ചിലും കയറത്തില്ല, ഒരു ഓഡിറ്റോറിയത്തിലും കയറത്തില്ല. പദ്ധതി കിട്ടും. ദൈവം പദ്ധതിക്ക് മാർഗം തന്നു. കോട്ടയത്തുള്ള ഒരാൾ വണ്ടി തന്നു, ഒരു മിനി ബസ്. പിന്നെ പെട്രോളിൻ്റെ പൈസ തന്നു, പിന്നെ ഹോട്ടലിൻ്റെ പൈസ തന്നു, പിന്നെ ആഹാരത്തിൻ്റെ പൈസ തന്നു. പേര് പറയത്തില്ല കേട്ടോ. പുസ്തകം ഞാൻ അച്ചടിച്ചു, ഞാൻ പ്രസംഗിച്ചു. ഓരോ 50 കിലോമീറ്റർ നടക്കുമ്പോഴും ഞാൻ സുവിശേഷം, വണ്ടി നിർത്തിയിട്ട് മൈക്ക് എടുത്തിട്ട് സുവിശേഷം പ്രസംഗിക്കും. ലില്ലിയും എൻ്റെ കൂടെ വേറെ 2 സഹോദരന്മാരാണുള്ളത്. അവർ പുസ്തകം, എന്നെ ഒത്തിരി പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിനകത്ത് ഇതാ നിങ്ങൾക്ക് സമാധാനം, രക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണ്, 2 അത്ഭുതം ചെയ്യുന്ന ദൈവം, അത്ഭുതങ്ങളുടെ താക്കോൽ. ഈ 2 പുസ്തകവും കൂടെ അച്ചടിച്ചത് വിതരണം ചെയ്ത് പോയി. ഇവിടെ ഒന്നായിരുന്നു, ഇതിലെ കൂടെയൊക്കെയാണ് പോയത് കേട്ടോ. എനിക്കറിയാം, ബ്രദറൊക്കെ വന്ന് സ്വീകരിച്ചു. കോലഞ്ചേരിലൊക്കെ വന്നിട്ടാണ് പോയത്. കർണാടകത്തിൽ വരെ 132 സ്ഥലത്ത് നിന്ന് സുവിശേഷം പ്രസംഗിച്ചു. എൻ്റെ 80 വയസ്സിൻ്റെയും 50 വർഷവും കൂടെ ഞാനങ്ങ് സെലിബ്രേറ്റ് ചെയ്തു. ചാപ്പാടൊന്നും കഴിച്ചില്ല കേട്ടോ, പ്രത്യേകിച്ച്. ഞാൻ പൈസ അധികം ചിലവാക്കാത്ത മനുഷ്യനാണ്. എൻ്റെ വാച്ചിൻ്റെ വില എത്രയാണെന്നറിയാം? കർത്താവിൻ്റെ വിലയേറിയ ദാസൻ വില കുറഞ്ഞ വാച്ചൊന്നും ഇടത്തില്ല. കഴിഞ്ഞ ആഴ്ചയാണ് വാങ്ങിച്ചത് എറണാകുളത്ത് വന്നു. നേരത്തെ ഉണ്ടായിരുന്ന വാച്ച് കേടായിപ്പോയി, അതെടുത്ത് ദൂരെ കളഞ്ഞു ചെയ്ത് വാങ്ങിച്ചു. 300 രൂപയാണ് വില. നേരത്തെ ഉണ്ടായിരുന്നതിന് 180 രൂപയായിരുന്നു വില. എൻ്റെ രൂപ ഇല്ലാഞ്ഞിട്ടല്ല, എൻ്റെ ഒരാഗ്രഹമാണ് കഴിയുന്നത്രയും രൂപ സേവ് ചെയ്തിട്ട്. പിന്നെ ചോദിക്കുക, ഇത്രയും നല്ല വില കൂടിയ ഷർട്ട് എന്തിനായിട്ടെന്ന്. ഓട്ടെ, ചോദിക്കുന്നവരെന്തെങ്കിലുമൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. എൻ്റെ ഇതാണ് സിമ്പിൾ ലൈഫ്. കഴിയുന്നത്ര സമ്പാദിച്ചിട്ട് 5 ചായ കുടിച്ചുകൊണ്ടിരുന്നത് ഞാൻ 3 ചായയാക്കി. എന്താ കാര്യം? 2 ചായയുടെ പൈസ ഉണ്ടെങ്കിൽ ഒരു പുതിയ നിയമം വാങ്ങിച്ചിട്ട് ആർക്കെങ്കിലും കൊടുക്കാം. താങ്ങാനൊക്കാത്ത ഒരു ആത്മഭാരം കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ്
അതുകൊണ്ട് പിന്നെ 132 സ്ഥലത്ത് നിന്നുകൊണ്ട് സുവിശേഷം പ്രസംഗിച്ചു. യാത്ര പൂർത്തിയായി. അത് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ വർഷം 2024 എൻ്റെ ഹൃദയത്തിനകത്ത് പണ്ടുണ്ടായിരുന്ന സ്വപ്നത്തിന് ജീവൻ വേണം. ഏത്? കന്യാകുമാരി മുതൽ കാശ്മീർ വരെ യാത്ര ചെയ്യണം. പെട്ടെന്ന് ഈ പരിപാടിയുണ്ട്. ലില്ലിക്ക് ദേഷ്യം വന്നു. പറഞ്ഞ് 13 വർഷം മുമ്പ് ഞാൻ പറഞ്ഞല്ലോ പോകാമെന്ന്. ലില്ലി പദ്ധതിയെല്ലാം ഉണ്ടാക്കിയായിരുന്നു. ആരാ വണ്ടി ഓടിക്കുന്നത്, ആരൊക്കെയാണ് പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയി, മുഴുവൻ പദ്ധതി ഉണ്ടാക്കി. പക്ഷേ അതിൻ്റെ ഒരു ജീവൻ വരണ്ടായോ? മലയാളത്തിൽ പറഞ്ഞ നടത്തിപ്പ് വരണ്ടായോ? അതിന് കാര്യങ്ങളൊക്കെ പക്ഷെ കഴിഞ്ഞ വർഷം ഉണ്ടാക്കി കഴിഞ്ഞ് ഞാനൊരു വാട്സപ്പ് സന്ദേശം അയച്ചപ്പോൾ പെട്ടെന്ന് ടപ്പ് 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 എന്ന് പറഞ്ഞു. ഒരാൾ പറഞ്ഞു, വണ്ടി ഞാൻ തരാം, എൻ്റെ ദൈവം എനിക്ക് ചിറക് തന്നിരിക്കുന്നു, ഇതിന് ജീവൻ തന്നിരിക്കുന്നു, ഈ ചത്തുപോയ സ്വപ്നത്തിന്, ചാകാറായ സ്വപ്നത്തിന് ജീവൻ വന്നിരിക്കുന്നു. ഇനി സംഭവിച്ചറിയാം. അന്നേരം എനിക്ക് 3 പേരെ എഴുത്തെഴുതി. ഒരാൾ കോട്ടയത്തു നിന്ന് എഴുതി, എനിക്ക് പരിചയമില്ലാത്ത ഒരാൾ, എൻ്റെ ഒരു വണ്ടിയുണ്ട്, പുതിയതാണ്, വാങ്ങിച്ചുകൊണ്ട് കോട്ടയത്ത് നിന്ന് പാലായി എന്നാണ് പറഞ്ഞ്. ഞാൻ പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ പറഞ്ഞു, എൻ്റെ ഒരു വണ്ടിയുണ്ട്, തരാം. പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് ഒരാൾ പറഞ്ഞു, ഞാൻ ഞങ്ങളുടെ വണ്ടി തരാം. നോക്കിയപ്പോൾ ബാംഗ്ലൂരിലെ ഏറ്റവും നല്ല വണ്ടി, നീളം കൊണ്ട് വണ്ടി, നല്ല വണ്ടി, പുതിയ വണ്ടി, അതും എടുത്തു. ഒരാൾ പറഞ്ഞ്, ഞങ്ങൾ പുസ്തകം അച്ചടിച്ച് ബ്രദർ ചെല്ലുന്നതിന് മുമ്പേ, ഒരാഴ്ചയ്ക്ക് മുമ്പേ ഞങ്ങൾ അവിടെ എത്തിക്കാം, നേരത്തെ പറഞ്ഞാൽ മതി. കർണാടകത്തിൽ ചെല്ലുന്നത് എപ്പോഴാണ്, ആന്ധ്രയിൽ ചെല്ലുന്നത് എപ്പോഴാണ്, മഹാരാഷ്ട്രയിൽ ചെല്ലുന്നത്, ഓരോ അഡ്രസ്സും തന്നാൽ മതി. അപ്പോൾ തരും. പിന്നെയും കുറച്ച് പൈസ ലാഭമായി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരാളെനിക്ക് എഴുത്തെഴുതി, ഒരു കാത്തലിക് കാരിസ്മാറ്റിക്കാരൻ. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഉപദേശകനോടാണ്, സ്നേഹിതനോടാണ്. അദ്ദേഹം എനിക്ക് എഴുതി, അറിഞ്ഞല്ലോ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ പോകുന്ന, ഞാൻ ആസ്ട്രേലിയയിലാണ്, എഞ്ചിനീയറാണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു ഡോക്ടറാണ്. പറഞ്ഞ്, എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയാം, നല്ലതുപോലെ ഓടിക്കാം. ആസ്ട്രേലിയയിൽ 5 പട്ടണമേ ഉള്ളൂ കേട്ടോ. തിരുവനന്തപുരം, ചെന്നൈ, ബോംബെ എന്ന് പറയുന്ന പോലെ. ഒരു പട്ടണത്തിൽ നിന്ന് വേറൊരു പട്ടണത്തിൽ പോകാനായിട്ട് ചിലപ്പോൾ 1000 കിലോമീറ്റർ ഓടിക്കണം വണ്ടി. പറഞ്ഞ്, എനിക്ക് ലോങ് ട്രിപ്പ് വണ്ടി ഓടിക്കാൻ അറിയാം, ഞാൻ വരാം വണ്ടി ഓടിക്കാൻ. ഞാൻ പറഞ്ഞു, ജോ താങ്ക് യു വെരി മച്ച്. ഇനിയും ബാക്കിയുള്ള കാര്യത്തിനൂടെ പ്രാർത്ഥിക്കണം. എന്താ താങ്കളെ ബാക്കി കാര്യം? ഞാൻ പറഞ്ഞു, ഹോട്ടലിൽ താമസിക്കണം, പെട്രോൾ വേണം, പിന്നെ ആഹാരം വേണം, ഈ 3 കാര്യം കൂടെ. അദ്ദേഹം പറഞ്ഞു, അങ്ങളെ എനിക്ക് 10-25 രാജ്യങ്ങളിൽ പ്രെയർ ഗ്രൂപ്പുണ്ട്, കാത്തലിക് കാരിസ്മാറ്റിക്കാരുടെ പ്രെയർ ഗ്രൂപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ അവരുടെ ഒന്ന് പറയട്ടെ, ഞാൻ ഇന്ന് വരെ ഒരാവശ്യം പറഞ്ഞിട്ടില്ല, ഫണ്ട് റൈസ് ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞു, പറയാം, വേദപുസ്തകത്ത് വാക്യമുണ്ട്. ദാവീദ് സമാഗമന കൂടാരം പണിതപ്പോൾ, ശലോമോൻ പണിതപ്പോൾ, എല്ലാവരും പണിതപ്പോൾ, എല്ലാവരും ആളുകളുടെയൊക്കെ പറഞ്ഞപ്പോൾ ചോദിച്ചില്ല, പറഞ്ഞപ്പോൾ കൊടുത്തു. അതുപോലെ പറഞ്ഞാട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹം ഒരെഴുത്ത് അദ്ദേഹത്തിൻ്റെ പ്രയർ ഗ്രൂപ്പിലെല്ലാം എഴുതി. അദ്ദേഹം എൻ്റെ ബാക്കി ചെലവ് മുഴുവൻ തന്നു. എൻ്റെ കാര്യങ്ങളെല്ലാം നടന്നു. ഈ വർഷത്തിൽ 2025 മാർച്ച് മാസത്തിൽ ഞാനും എൻ്റെ ഭാര്യയും കൂടെ തിരുവനന്തപുരത്തെത്തി. തിരുവനന്തപുരത്തു നിന്ന് ഞങ്ങൾ വണ്ടി എടുത്തു. വണ്ടി അവിടെ കൊണ്ടുവന്നായിരുന്നു. വണ്ടി അവിടെ നിന്ന് ഓടിച്ച് ഞങ്ങൾ കന്യാകുമാരിയിലെത്തി. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഞങ്ങൾ യാത്ര ചെയ്തു. എല്ലാ നേരെ NH44 നേരെ, അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല, എല്ലാ സ്റ്റേറ്റിലും പോയില്ല, നേരെ. ഓരോ 50 കിലോമീറ്റർ കഴിയുമ്പോഴും വണ്ടി നിർത്തും ആൾ കാണുമ്പം. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ സുവിശേഷം പ്രസംഗിക്കും. ഞാൻ മൈക്കെടുത്തിട്ട് പ്രസംഗിക്കും. എനിക്ക് ദൈവം അസാധാരണമായ കൃപ തന്നിട്ടുണ്ട്. എനിക്ക് നാമധേയ ക്രിസ്ത്യാനികളോട് സുവിശേഷം പറയാനറിയാം, ഹിന്ദുക്കളോട് സുവിശേഷം പറയാനറിയാം, മുസ്ലിങ്ങളോട് സുവിശേഷം പറയാനറിയാം. ദൈവം തന്ന കൃപയാണ്. നിരീശ്വരവാദികളോട് സുവിശേഷം പറയാനറിയാം. അതുകൊണ്ട് ഞാൻ അവിടെ നിന്നുകൊണ്ട് സുവിശേഷം പ്രസംഗിച്ചു. 50 കിലോമീറ്റർ കഴിയുമ്പോഴും ലില്ലിയും കൂടെ ഉണ്ടായിരുന്നവരും എല്ലാവരും ഈ പുസ്തകം വിതരണം ചെയ്തു. ഒരു ട്രാക്റ്റും ഉണ്ട്. ചിലയിടത്ത് പുസ്തകം വിതരണം ചെയ്യാനൊക്കാത്ത സാഹചര്യമുണ്ട്. കാരണം യേശു എന്ന് കേട്ട് കഴിഞ്ഞാൽ മനസ്സ അതൊക്കെ കേട്ടാൽ ശല്യം ഉണ്ടാകും. അവിടെ വിതരണം ചെയ്യാനായിട്ട് ഒരു ട്രാക്റ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ ട്രാക്റ്റിനകത്ത് ദൈവം എന്നൊരു വാക്കില്ല, ബൈബിളെന്നൊരു വാക്കില്ല, യേശു എന്നൊരു വാക്കില്ല. കള്ളു കുടിക്കരുത്, സിഗരറ്റ് വലിക്കരുത്, കഞ്ചാവ് അടിക്കരുത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് സൗകര്യമുള്ളിടത്തെല്ലാം ഞങ്ങൾ ഈ പുസ്തകം വിതരണം ചെയ്തു. അല്ലാത്തടത്തും വിതരണം ചെയ്തു കേട്ടോ. റോഡിൽ എന്ന് പറഞ്ഞില്ലെങ്കിലും ഒരു കടയിൽ കൊണ്ട് കൊടുക്കും. കള്ള് ഷാപ്പിനകത്തും കൊടുത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 സഹോദരിമാർ കള്ള് ഷാപ്പിനകത്തും കയറി കൊണ്ട് കൊടുത്തും വെച്ച് വന്നു. അപ്പോൾ ഒക്കുന്നിടത്തൊക്കെ ആ പഠിച്ച് കാശ്മീർ വരെ ചെന്നു. എൻ്റെ ആളുകൾ ചോദിക്കും, ശല്യം വല്ലതും ഉണ്ടായോ എന്ന്. ശല്യമൊന്നും ഉണ്ടായില്ല. 2-3 പോലീസ് സ്റ്റേഷനിൽ പിടിച്ചുകൊണ്ട് പോയതേ ഉള്ളൂ. പക്ഷേ അതും 1 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തിരികെ വന്നു. ലില്ലി ആരും തൊട്ടില്ല. വലിയ കൃപയാണ്. 2
സഹോദരിമാരുണ്ടായിരുന്നു, ലില്ലിയും വേറൊരു സഹോദരിയും. നേരത്തെ പ്ലാൻ ചെയ്തത് എൻ്റെ മോനും ഒക്കെ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു, IIT പ്രസിഡൻറ്റ് പറഞ്ഞു, ഡാഡി പോകുന്നത് പോലും പകുതി വിവരം പോയിട്ട് അങ്ങ് പറന്നു പോയാൽ മതി കാശ്മീരിലോട്ട്, ബാക്കിയുള്ളൊരു വണ്ടിയും കൊണ്ടുവരട്ടെ. എൻ്റെ ആൾ ബാംഗ്ലൂരിലാണ്. അവൻ പറഞ്ഞു, മമ്മിയെ ഞാനിവിടെ വന്ന് ഇഞ്ഞ് കൊണ്ടുവരും. ഞങ്ങൾ രണ്ടുപേരും യാത്ര ബ്രേക്ക് ചെയ്തില്ല. ഞങ്ങൾ രണ്ടുപേരും കാശ്മീർ വരെ യാത്ര ചെയ്തു. രാവിലെ തൊട്ട് വൈകിട്ട് വരെ ബസ്സിനകത്തിരുന്ന് യാത്ര ചെയ്തു. ഞങ്ങൾ ട്രാക്റ്റും കൊടുത്തു, പുസ്തകവും കൊടുത്തു. ചിലത്ത് പുസ്തകം കൊടുക്കാൻ ഒത്തിട്ടില്ല, പക്ഷേ എൻ്റെ ആഗ്രഹം സാധിച്ചു. അന്നേരം എനിക്ക് ഈ വർഷത്തിൽ 2025 ഒരു ആഗ്രഹം തോന്നി, ഞാൻ എന്തോ വേണം, എന്തെങ്കിലും ഒന്ന് പുതുതായിട്ട് ചെയ്യണം. പുതുതായിട്ട് ചെയ്യുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ്. എൻ്റെ ദൈവവും പുതുതായിട്ട് ചെയ്യുന്നവനാണ്. കേട്ടാട്ടെ, ദൈവം ഒരിടത്ത് ഒരു ഉണർവ് അയച്ചാൽ അതേപോലെ ഒരു ഉണർവ് വേറൊരിടത്ത് നടക്കത്തില്ല. അതൊരു പുതിയ ഉണർവായിരിക്കും. അതിൻ്റെ സിംറ്റം പോലും മാറിയിരിക്കും, അതിൻ്റെ ലക്ഷണം പോലും മാറിയിരിക്കും. അതുകൊണ്ട് എനിക്കൊരാഗ്രഹം ഉണ്ടായി, എന്തെങ്കിലും പുതുതായിട്ട് ചെയ്യണമല്ലോ, എന്ത് ചെയ്യണം. അന്നേരം എനിക്കൊരാഗ്രഹം വന്നത് തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്യണം. ആദ്യത്തെ യാത്ര ഹോൾ നോർത്ത് ഇന്ത്യ, രണ്ടാമത്തേത് കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ K-K, മൂന്നാമത്തേത് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ K-K. അപ്പം ഞാൻ ഒരാളുടെയൊക്കെ ഫോൺ വിളിച്ച് പറഞ്ഞു, ഞാൻ തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെ പോവാ. അയാൾ പറഞ്ഞു, അത് T-T ആയല്ലോ. ഞാൻ ഉണ്ടാക്കിയതെല്ലാം അങ്ങനെ സംഭവിച്ചു പോയി. അപ്പം ഞാനൊരു T-Tക്ക് യാത്രയ്ക്ക് ഇറങ്ങിയിരിക്കുകയാണ്. എന്താണ്? തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെ എല്ലാ ബിഷപ്പുമാരെയും കാണുക. ഏതൊക്കെ സഭയിലെ ബിഷപ്പുമാർ? കത്തോലിക്ക, യാക്കോബ, ഓർത്തഡോക്സ്, CSI, ഇവാഞ്ചലിക്കൽ, IPC, അസംബ്ലീസ് ഓഫ് ഗോഡ്, ചർച്ച് ഓഫ് ഗോഡ്, എല്ലാ സഭകളിലെയും ബിഷപ്പുമാരെ കാണുക, കൺവെൻഷൻ പ്രസംഗരെ കാണുക. ഒരു ചോദ്യം ചോദിക്കുക, എന്താ ഈ ബിഷപ്പുമാരെ മാത്രം കാണുക? കാരണം എനിക്കുള്ള സന്ദേശം അവർക്ക് കൊടുത്താൽ അവരുടെ കൂടെയുള്ള പാസ്റ്റർമാരോടും പട്ടക്കാരോടും പറയും, അവർ വിശ്വാസികളോട് പറയും. എനിക്ക് എല്ലായിടത്തും പോകാൻ സാധ്യമല്ല. പിന്നെ എന്തൊക്കെ ചോദിച്ചു, ഇന്നലെ ഒരാൾ ചോദിച്ചു, എന്തുകൊണ്ട് കോഴിക്കോടും തുടങ്ങിയില്ല? നമ്മുടെ ക്രിസ്ത്യൻ പോപ്പുലേഷൻ കിടക്കുന്നത് ഇവിടെയാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെ പോകാം എന്ന് വിചാരിച്ചു. ഞാൻ എഴുതിക്കൊണ്ട് വന്നിരിക്കുകയാണ്. ഒരു കോപ്പി ഒപ്പിട്ടിട്ട് ബ്രദർ ഷാജിനെ ഏൽപ്പിക്കുന്നതായിരിക്കും. അദ്ദേഹത്തിന് വേണം. പിന്നീട് ഈ മലയാളത്തിൽ ഞാൻ ആക്കും കേട്ടോ, മലയാളത്തിലാക്കും. ഇപ്പോൾ ഇംഗ്ലീഷിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ വായിക്കാൻ പോവാണ്. മലയാളത്തിൽ പരിഭാഷപ്പെടുത്തും. മിഷൻ യാത്ര തൃശ്ശൂർ ടു ട്രിവാൻഡ്രം T-T, എ കാൾ ടു പ്രെയർ, ഡെഡിക്കേഷൻ ആൻഡ് ആക്ഷൻ ഫോർ ഇന്ത്യ. പ്രാർത്ഥനയ്ക്കും സമർപ്പണത്തിനും പ്രവർത്തനത്തിനുമായിട്ടുള്ള ഒരു ആഹ്വാനം. ദൈവത്തിൻ്റെ വിലയേറിയ ദൈവത്തിൻ്റെ ദാസന്. ചിലർ പറയും ദൈവത്തിൻ്റെ വിലയേറിയ ദാസൻ. തെറ്റ്. വിലയേറിയ ദാസനുണ്ടെങ്കിൽ വില കുറഞ്ഞ ദാസനുമുണ്ട്, വിശ്വസ്ത ദാസന്മാരുണ്ട്. ആ വിശ്വസ്തതയ്ക്ക് പല പടികളുണ്ട്, അതെനിക്കറിയാം. പക്ഷേ വിലയേറിയ ദാസൻ എന്ന് പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് വിലയേറിയ ദൈവത്തിൻ്റെ ദാസന്മാർക്ക്, ഡിയർ സെർവൻസ് ഓഫ് ദ മോസ്റ്റ് ഹൈ ഗോഡ്, നാം ഒരു വല്ലാത്ത പ്രതിസന്ധി ഘട്ടത്തിൽ. മലയാളികൾക്ക് അറിഞ്ഞുകൂടാ. മലയാളികളെ പറ്റി ഞങ്ങൾക്ക് വടക്കേ ഇന്ത്യയിലുള്ള ആളുകളുടെ അഭിപ്രായം, മലയാളികൾക്കുള്ള അഭിപ്രായം, മലയാളികൾ ഒരു പ്രത്യേക വംശമാണ് ക്രിസ്ത്യാനികൾ. മറ്റുള്ളവരുടെ വേദനയിൽ അവർക്ക് ആർക്കും ചിന്തയില്ല. ഉദാഹരണം പറഞ്ഞുതരാം. റാന്നിയിലാണെന്ന് തോന്നുന്നു, ഒരു യാക്കോബായിലെ അച്ഛനെ അറസ്റ്റ് ചെയ്തു. കുർബാന നടക്കുമ്പോൾ അറസ്റ്റ് ചെയ്തു. കാസായും പീലാസായും കൈ വെച്ചുകൊണ്ട് അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷൻ വരെ കൊണ്ടുപോയത്. എന്നിട്ട് പെന്തിക്കോസ്തുകാരെന്ത് ചെയ്തു? മർത്തമക്കാരെന്ത് ചെയ്തു? ഇത് തെറ്റായിപ്പോയെന്ന് പറഞ്ഞു? ഇല്ല. ഞങ്ങൾ മലയാളികൾ ഉൾപ്പെടെ പറയുന്നതാണ്. കർണാടകത്തിൽ എന്ത് നടക്കുന്നു എത്ര പേർക്കറിയാം? എൻ്റെ ഈയിടയ്ക്ക് ഒരു തിരുമേനി ചോദിച്ചു, ഈ വടക്കേൻ്റെ ഇങ്ങനെയൊക്കെ നടക്കുന്നതെന്ന് പറയുന്നത് നേരാന്നോ, അടിയും പിടിയും ഒക്കെ ഉണ്ടോയെന്ന്? അത് പറയാനാണ് വന്നിരിക്കുന്നത്. നാം ഒരു വല്ലാത്ത പ്രതിസന്ധിയിലാണ്. ഈ സമയത്ത് നമുക്കാവശ്യം ഒന്നിച്ചുള്ള പ്രാർത്ഥന. കത്തോലിക്കരും യാക്കോബക്കാരും മർത്തോമക്കാരും പെന്തക്കോസ്തുകാരും ബ്രദറുകാരും എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചാൽ, പ്രാർത്ഥനയുടെ ശക്തി പറയാൻ എനിക്കറിയാം. നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ച് പ്രാർത്ഥിച്ചാൽ. സുൽത്താൻ ബത്തേരിയിലെ കഥ അറിയാം. സുൽത്താൻ ബത്തേരി എന്നുള്ള പേരെങ്ങനെയാണ് വന്നത്? സുൽത്താൻ ബാറ്ററി എന്നാണ്. അതെന്ന് പറഞ്ഞാൽ ടിപ്പു സുൽത്താൻ അവിടെ വന്നിട്ട് പട്ടാള ക്യാമ്പ് അടിച്ചത്, ബാറ്ററി എന്ന് പറയുന്നത് ക്യാമ്പ് അടിച്ചതാണ്. എന്തായിരുന്നു അദ്ദേഹം വന്നത്? അവിടെ ഉണ്ടായിരുന്ന സകലരെയും മുസ്ലിങ്ങളാക്കി. ഒന്നുകിൽ പരിച്ഛേദന ഏൽക്കുക, അല്ലെങ്കിൽ കഴുത്ത് വെട്ടുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വശത്ത് മുഴുവനായി
അന്നവിടെ ഉണ്ടായിരുന്ന യാക്കോബായിലെ അമ്മച്ചിമാരെല്ലാം കൂടെ കിടന്ന് നിലവിളിച്ചു രാത്രി. എൻ്റെ കഥയാണിത്, ചരിത്രമാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. എൻ്റെ സ്വർഗസ്ഥനായ ദൈവമേ, നാളെ ഇങ്ങോട്ട് വരും, റോഡ് കഴിഞ്ഞിട്ട് ഇപ്പുറത്തോട്ട് വരും, എൻ്റെ ഭർത്താവിനെ കൊല്ലും, എൻ്റെ അപ്പുറത്തെ എൻ്റെ അപ്പച്ചനെ കൊല്ലും, എൻ്റെ അനന്തരവനെ കൊല്ലും, പുരുഷന്മാരെ എല്ലാം കൊന്നു മുമ്പോട്ട് പോകും. അല്ലെങ്കിൽ അവർ മുസ്ലിങ്ങളാണ്, ഞങ്ങളെ രക്ഷിക്കണമേ. അന്ന് രാത്രി ആ യാക്കോബായിലെ അമ്മച്ചിമാർ പ്രാർത്ഥിച്ചു. എന്ത് സംഭവിച്ചു? ബാക്കി ഞാൻ പള്ളിക്കൂടത്തിൽ പഠിച്ചിട്ടുണ്ട്, ഇത് പള്ളിക്കൂടത്തിൽ പറഞ്ഞിട്ടില്ല, പള്ളിക്കൂടത്തിൽ പഠിച്ചിട്ടുണ്ട്. ആ രാത്രിയിൽ എവിടെ നിന്നറിയാൻ വയ്യ, കോടിക്കണക്കിന് കടന്തൽ വന്നു. ഇവരെല്ലാവരും കുത്തി. ടിപ്പു സുൽത്താൻ ഓടിപ്പോയി, കിടപ്പുണ്ട് ചരിത്രത്തിനകത്ത് കേട്ടോ. ടിപ്പു സുൽത്താൻ ഓടിപ്പോയി. പ്രാർത്ഥനയുടെ ഫലം, അമ്മച്ചിമാരുടെ പ്രാർത്ഥനയുടെ ഫലം. ഇനിയുണ്ട് എൻ്റെ ഈ കഥകൾ കേട്ടോ, ഇനിയുണ്ട് എൻ്റെ ഈ കഥകൾ പറയുവാൻ. അതുകൊണ്ട് നമ്മളെല്ലാവരും കൂടെ പ്രാർത്ഥിച്ചാൽ ഒന്നുകൂടെ പറയാൻ പോകും. ഒരു കഥയോടെ പറയാൻ പോവാണ്. ടിപ്പു സുൽത്താൻ 2 പ്രാവശ്യം വന്നു. 2 പ്രാവശ്യം വന്നിട്ടുള്ളൂ. ചരിത്രത്തിലുണ്ട്, വെബ് പേജ് പോയി കാണാൻ നിങ്ങൾക്ക്. ട്രാവൻകൂർ ക്രിസ്ത്യൻസ് ആൻഡ് ടിപ്പു സുൽത്താൻ നോക്കിയാട്ടെ. അദ്ദേഹം വന്നു, ആലുവ മണപ്പുറത്തിന് ഇപ്പുറത്ത് വന്നു. എല്ലാവരെയും മുസ്ലിങ്ങളാക്കി പോകണം. ഒന്നുകിൽ മുസ്ലിം ആവുക, അല്ലെങ്കിൽ തല കൊട്ടി കളയുക. യാക്കോബായിലെ 2 അച്ഛന്മാർ വരെ മുസ്ലിങ്ങളായി കേട്ടോ. ജീവനെ പേടിച്ച് ചെയ്തു. 2 പേരായി. അവർ ഇപ്പുറത്ത് കിടക്കുകയാണ്. ടിപ്പു സുൽത്താൻ കൂടാരം അടിച്ചിരിക്കുകയാണ് ഇച്ചിരി ഉയരമുള്ള സ്ഥലത്ത്. ബാക്കിയുള്ളവരൊക്കെ മലന്ന് കിടക്കുകയാണ് ആലുവ മണൽത്തിട്ടയിൽ. രാത്രിയായപ്പോൾ അതിനപ്പുറത്തെ സെമിനാരി, പഴയ സെമിനാരിയിൽ ഇരുന്നുകൊണ്ട് അച്ഛന്മാരെല്ലാം കൂടെ പ്രാർത്ഥിച്ചു. എൻ്റെ ദൈവമേ, ഞങ്ങളുടെ കൂടെ ബൈബിൾ ഒത്തിരിയുണ്ട്, പുരാതന പുസ്തകങ്ങളുണ്ട്. നാളെ ടിപ്പു ഇങ്ങോട്ട് വരും, ഞങ്ങളെല്ലാം കൊല്ലും, ഞങ്ങളുടെ പുസ്തകം എല്ലാം പോകും. അവരെല്ലാവരും കൂടെ നെഞ്ചത്തടിച്ച് പ്രാർത്ഥിച്ചു. എനിക്കറിഞ്ഞൂടെ എത്ര പേരുണ്ടായിരുന്ന. അവരെല്ലാം കൂടെ നെഞ്ചത്തടിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എവിടെ നിന്നറിയാൻ വയ്യാതെ ഒരു മഴവെള്ളം വന്നു. മഴ പെയ്യാത്ത നാട്ടിൽ പെരിയാറിനകത്തൂടെ വെള്ളപ്പൊക്കം വന്നു. ടിപ്പു സുൽത്താൻ്റെ പട്ടാളത്തെ എല്ലാം കൂടെ ഒഴുക്കിയെടുത്തുകൊണ്ട് പോയി കടലിലെറിഞ്ഞു. ടിപ്പു സുൽത്താൻ മൂന്നാമത് വന്നില്ല. ടിപ്പു സുൽത്താൻ പേടിച്ചു പോയി. ആദ്യത്തെ പ്രാവശ്യം കടന്നൽ, 2ാമത്തെ ദിവസം മഴയില്ലാതെ. വെപ്പേജിനകത്ത് പോയി നോക്കിയാട്ടെ. ഞാൻ ഉണ്ടാക്കി പറയുകയല്ല, പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാമെങ്കിൽ കത്തോലിക്കരും യാക്കോബക്കാരും മർത്തോമക്കാരും CFCക്കാരും പെന്തിക്കോസ്തുകാരും ബ്രദറുകാരും കൂടെ ഒന്നിച്ച് പ്രാർത്ഥിക്കാമെങ്കിൽ, അത് പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എങ്ങനെ പ്രാർത്ഥിക്കണം? ഹല്ലേലൂയ. സാധാരണ പ്രാർത്ഥിക്കുന്നതല്ല, ഒരാത്മാർത്ഥമായ പ്രാർത്ഥന. എങ്ങനെയാണോ യേശു ക്രിസ്തു ഗത്സമനയിൽ പ്രാർത്ഥിച്ചത്, അതുപോലെ പ്രാർത്ഥിക്കാമെങ്കിൽ. എങ്ങനെയാണോ പത്രോസ് ജയിലിലായപ്പോൾ ജനങ്ങൾ എല്ലാവരും കൂടെ, സഭ എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചു, അതുപോലെ പ്രാർത്ഥിക്കാമെങ്കിൽ. എങ്ങനെയാണോ ഏലിയാവ് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്, മഴയ്ക്ക് വേണ്ടി എങ്ങനെ പ്രാർത്ഥിച്ചതെന്നറിയാം? ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നത് പോലെ 2 മുട്ടുകൾക്കിടയിൽ തല വെച്ചുകൊണ്ട്. അത് അന്നത്തെ കാലത്തെ ചില നാട്ടിലൊക്കെ ഉള്ളൊരു ഇതാണ്. ഒരു സ്ത്രീ പ്രസവിക്കാൻ നേരം 2 മുട്ടിനിടയ്ക്ക് ഇരുന്നുകൊണ്ട് താഴെ ഒരു കുഴി കുഴിച്ചിട്ട് ആ കുഴിക്കകത്തോട്ട് തിരുന്നിട്ടും, നല്ല പൊസിഷനല്ലെന്ന് എനിക്കറിയാം, പക്ഷേ അങ്ങനെയായിരുന്നു. അവൻ പ്രസവവേദന സഹിക്കുകയായിരുന്നു. നമ്മളും പ്രസവവേദന. ചിലരെൻ്റെയൊക്കെ പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു അങ്ങനല്ല, ആത്മാർത്ഥമായിട്ട്. അവിടെ ഒരു സ്റ്റോറി, ഇന്നലെ ഒരു കുടുംബത്തെ എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ ഫോണിനകത്ത് കിടപ്പുണ്ട് കേട്ടോ. ഇന്നലെ അല്ലെങ്കിൽ മിനിഞ്ഞാന്നായിരിക്കാം, എനിക്ക് ഇന്നലെ കിട്ടിയ ന്യൂസാണ്. ഒരു ഭാര്യയും ഭർത്താവിനെയും കൂടെ ഏപ്രിൽ മാസം 6-ാം തീയതി കൊണ്ടുപോയിട്ട് ഇന്നലെയാണ് അവർക്ക് ജാമ്യം കിട്ടിയത്. അത് നിങ്ങളുടെ മോളായിരുന്നെങ്കിലോ, അത് നിങ്ങളുടെ മോനായിരുന്നെങ്കിൽ എങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു? കർത്താവേ, അവിടെ ഒരാളെ ജയിലിൽ കൊണ്ടുപോയെന്ന് കേട്ടല്ലോ, അങ്ങനെ അയ്യോ ഇല്ല, നെഞ്ചത്തടിച്ചോണ്ട്. എൻ്റെ കുഞ്ഞെ, നമ്മളും വല്ലപ്പോഴും എങ്കിലും അതുപോലെ ഒന്ന് പ്രാർത്ഥിക്കണം. എൻ്റെ കർത്താവേ, അവിടെ കഷ്ടം സഹിക്കുന്നവരെ അനുഗ്രഹിക്കണമേ, വിടുവിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? ഇനിയും പറയുന്നത് കേട്ടാട്ടെ. നിങ്ങളുടെ ഓരോരുത്തരുടെയും വീട്ടിൽ ഇന്ത്യയുടെ ഒരു പടം ഉണ്ടായിരിക്കട്ടെ. ആ പടത്തിൽ കൈവച്ച കേരളം അനുഗ്രഹിക്കപ്പെടണം, തമിഴ്നാട് അനുഗ്രഹം പ്രാപിക്കണം, കർണാടക അനുഗ്രഹം പ്രാപിക്കണം, ആന്ധ്രാപ്രദേശ് അനുഗ്രഹം പ്രാപിക്കണം, മഹാരാഷ്ട്ര. ഓരോരുത്തർക്കും കൈവച്ച് ഒരു പടം അഭ്യർത്ഥിക്കുകയാണ്. പ്ലീസ്, ഒരു പടം നിങ്ങളുടെ വീട്ടിൽ ഉണ്ടായിരിക്കട്ടെ, ഒരു ഇന്ത്യയുടെ പടം. ആ പടത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. അല്ലാതെ പ്രാർത്ഥിക്കുന്നതും കൈവച്ച് പ്രാർത്ഥിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്തിനാണ് പ്രാർത്ഥിക്കേണ്ടത്? 4 കാരണങ്ങൾ പറയുവാൻ പോവുകയാണ്. അവിടെയുള്ള ആളുകൾ ജീവിക്കുന്ന ദൈവത്തെ കണ്ടുമുട്ടട്ടെ. സകലരും ജീവിക്കുന്ന ദൈവത്തെ കണ്ടുമുട്ടട്ടെ. ഏലിയാവ് കർമ്മേൽ പർവ്വതത്തിൽ വെച്ച് പ്രസംഗിച്ചപ്പോൾ ജനങ്ങൾ മുഴുവൻ മാനസാന്തരപ്പെട്ടു. നമുക്കിന്ന് ഇന്ത്യയിൽ നമ്മൾ ഇതുവരെ ഒരു ഉണർവ് കണ്ടിട്ടില്ല. ഇതുവരെ ഇന്ത്യയിൽ ഉണർവുണ്ടായിട്ടില്ല. അവിടെ കുറച്ച് പേര് രക്ഷിക്കപ്പെട്ടു, ഇവിടെ കുറച്ച് പേര് രക്ഷിക്കപ്പെട്ടു. ഇതുവരെ ഉണർവുണ്ടായിട്ടില്ല. ഈ 2000 വർഷമായിട്ട് അതുപോലെ ഒരു ഉണർവുണ്ടായിട്ടില്ല. ഇന്ത്യ 2 ഉണർവുണ്ടായിട്ടുണ്ട്. എവിടെയാണ്? ഒന്ന് മിസോറാമിൽ 100% ക്രിസ്ത്യാനികളായി.
3 ഉണർവിനകത്ത്. നാഗാലാൻഡിൽ അവിടെയും 100% ക്രിസ്ത്യാനികൾ, ആൾമോസ്റ്റ് 100%. അങ്ങനെയാണെങ്കിൽ അവിടെ 2 സ്റ്റേറ്റിലും 100% ഭാരതം ദൈവത്തിന് വേണ്ടി നേടുവാൻ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് സാധിക്കും. നമ്മൾ പ്രാർത്ഥിക്കണം, കൈവച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങളുടെ ജനം ദൈവത്തിങ്കിലേക്ക് തിരിയട്ടെ. രണ്ടാമത്തെ കാര്യം, അവിടെ ഭരിക്കുന്നവർ മുഖ്യമന്ത്രി മുതൽ പഞ്ചായത്ത് മെമ്പർ വരെ സകലരും ദൈവത്തെ കണ്ടുമുട്ടുവാൻ, നീതിയും ന്യായത്തോടെയും ദേശത്തെ ഭരിക്കുവാൻ. എവിടെയെങ്കിലും നീതിയും ന്യായം നടക്കുന്നുണ്ടോ ഇന്ത്യയിൽ? ഇല്ല, എങ്ങുമില്ല. ലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ, ഞങ്ങളുടെ ദേശത്ത് നീതിയും ന്യായവുമായിട്ട് നടത്തുവാൻ മുഖ്യമന്ത്രിമാർക്ക് കഴിവ് കൊടുക്കണമേ. എൻ്റെയൊക്കെ ചിലർ ചോദിക്കും, ഇത്രയും നാൾ പ്രാർത്ഥിച്ചിട്ട് എന്തോ നടന്നു? ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇങ്ങനെയെങ്കിലും നിൽക്കുന്നേ, ഇല്ലെങ്കിൽ എന്നേ വെള്ളത്തിൽ മുങ്ങിപ്പോകേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ പ്രാർത്ഥിക്കണം, അവർ നീതിയും ന്യായത്തോടും കൂടെ ദേശത്തെ ഭരിക്കട്ടെ. രണ്ടാമത്തെ ഒരു കാര്യമാണ്, കർത്താവേ, ഞങ്ങളുടെ ശത്രുക്കളെ മിത്രങ്ങളാക്കണമേ. അവർ ക്രിസ്ത്യാനിയാവണമെന്ന് ആയില്ല എങ്കിലും, അവർ യേശുവിനെ കണ്ടുമുട്ടിയില്ല എങ്കിലും, ഒന്നുമല്ലെങ്കിൽ നമ്മുടെ ശത്രു ആയിരിക്കരുത്. നിങ്ങൾക്കറിയാവുന്നതിനേക്കാൾ കാര്യങ്ങൾ വളരെ വഷളാണ് വടക്കേ ഇന്ത്യയിൽ. ഇനിയും പറയുന്നത് കേട്ടാണ്, ഉത്തർപ്രദേശിലും ഉത്തരാഖണ്ഡിലും ആരെങ്കിലും വേദപുസ്തകവുമായിട്ട് നടക്കാമെങ്കിൽ, റോഡിൽ കൂടെ നടക്കാമെങ്കിൽ അടിച്ച് ശരിയാക്കുക. എവിടെയെങ്കിലും ഈ 2 സ്റ്റേറ്റിലും ഛത്തീസ്ഗഡിലും പലയിടത്തും റോഡിൽ കൂടെ നടക്കാനൊക്കത്തില്ല. ഞങ്ങളൊക്കെ പോകുന്നത് ഒന്ന് ഈ ബാഗിനകത്ത് വെച്ച് അല്ലെങ്കിൽ കടലാസിനകത്ത് പൊതിഞ്ഞിട്ടാണ്. ഇനിയും പറയുന്നത് കേട്ടാട്ടെ, UP-യിലെ മുഖ്യമന്ത്രി യോഗി, അദ്ദേഹം പറഞ്ഞു, പേപ്പറിനകത്ത് വന്നു, വെബ് പേജിൽ വന്നു, വാർത്തയ്ക്കകത്ത് പറഞ്ഞു, ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിയുടെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് ഹിന്ദു വന്നാൽ ആ ക്രിസ്ത്യാനിയുടെ വീട് ബുൾഡോസർ വെച്ചിടിച്ചു കളയും. പത്രത്തിൽ വന്നുകൊണ്ട് എനിക്ക് പറയുന്നതിന് വിരോധമില്ല. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിനെതിരായിട്ട് എവിടെയെങ്കിലും പറയാമെങ്കിൽ അറസ്റ്റ് ചെയ്യുമെന്ന്. പക്ഷേ ഇത് പത്രത്തിൽ വന്ന വാർത്തയാണ്, വെബ് പേജിനകത്ത് കിടക്കുന്ന വാർത്തയാണ്. അദ്ദേഹം പറഞ്ഞു, ആരുടെയെങ്കിലും വീട്ടിൽ കുടുംബ പ്രാർത്ഥനയെ വന്നിരുന്നാലും മതി, വീട്ടിലൊരു ബർത്ത്ഡേ പാർട്ടി നടക്കുമ്പോൾ ഒരു ഹിന്ദു വന്നിട്ടുണ്ടെങ്കിൽ ആ ക്രിസ്ത്യാനിയുടെ വീട് ബുൾഡോസർ ചെയ്തു. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഡൽഹിക്ക് അടുത്ത ഒരു പട്ടണമാണ്, ഇവിടുന്ന് കോലഞ്ചേരി പോകുന്നത് പോലെ കാണാം, അത്രയും ദൂരെയുള്ള ഒരു സ്ഥലമാണ് നോയിഡ. അവിടെ ഉണ്ടായിരുന്ന ഒരു മലയാളി പെന്തിക്കോസ് പാസ്റ്ററേയും ഭാര്യയും അറസ്റ്റ് ചെയ്തു, മതം മാറ്റി. പണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന നിർബന്ധിത മതപരിവർത്തനമെന്ന്, ഇപ്പോൾ ആ നിർബന്ധിത മാറ്റിക്കളഞ്ഞു, മതപരിവർത്തനമായി. മതപരിവർത്തനം ഏറ്റവും വലിയ പണിഷ്മെൻ്റ്, ജാമ്യം കിട്ടാത്ത കുറ്റമായിട്ട് മാറി. അവിടെ മലയാളി പാസ്റ്ററേയും ഭാര്യയും അറസ്റ്റ് ചെയ്തു. ഭാര്യ ഒരു ജയിലിൽ, ഭർത്താവ് ഒരു ജയിലിൽ. 6 മാസം കഴിഞ്ഞിട്ടാണ് വെളി വന്നത്. ഇന്നലെ ഞാൻ പറഞ്ഞ കഥ തന്നെ, പേരും എല്ലാം എൻ്റെ കയ്യിലുണ്ട്, സ്ഥലമെല്ലാം എൻ്റെ കയ്യിലുണ്ടല്ലേ. ഏപ്രിൽ മുതൽ 4 മാസം ജയിലിലായിരുന്നു ആ മലയാളി പാസ്റ്റർ. 6 മാസം കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ഫോട്ടോ ഞാൻ കണ്ടു. എനിക്ക് കരച്ചിൽ വന്നു. ഞാൻ വേഗത്തിൽ കരയുന്ന മനുഷ്യനാണ്. കരച്ചിൽ വന്നു. അയാൾ പോയപ്പം ആരോഗ്യമുള്ള മനുഷ്യനായിരുന്നു. തിരിച്ചു വന്നപ്പം ഭാര്യയും ഭർത്താവും. അയാളുടെ വീട്ടുവാടക ആര് കൊടുത്തു കാണും? 6 മാസം. അയാളുടെ മക്കളെ ആരാഹാരം കൊടുത്തു കാണും? ഇവിടെ വിചാരിച്ചോ, അപ്പുറത്ത് ഒരു കത്തോലിക്കിലെ, അപ്പുറത്തൊരു ബ്രദറിലെ ഒരു പാസ്റ്ററും ഭാര്യയാണ്. ജയിലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും കുറച്ച് ചോറ് കൊടുത്തയക്കും പിള്ളേർക്ക് വേണ്ടി, ഒരു ചാക്ക് അരി വാങ്ങിച്ചു കൊടുത്തയക്കും. പക്ഷേ വടക്കേന്ത്യ ഞങ്ങൾക്ക് ആരും ഒന്നും തരത്തില്ല കേട്ടോ. അടിക്കത്തേ ഉള്ളൂ. ഞാൻ താമസിക്കുന്ന 264 ഫ്ലാറ്റിനകത്ത് ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ഞാൻ മാത്രമാണ് ഇവിടെ ക്രിസ്ത്യാനി. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ആരും അനങ്ങത്തില്ല. 2 കൂടെ കൊടുക്കാൻ പറയത്തേ ഉള്ളൂ അധികം പേരും. ഞാൻ നിങ്ങൾക്ക് പറയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ ശത്രുക്കൾ നമ്മുടെ മിത്രങ്ങളായി തീരുവാൻ പ്രാർത്ഥിക്കണം. കാര്യങ്ങൾ വളരെ മോശമാണ് അല്ലേ? നമ്മുടെ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് ഒരു ഹിന്ദു വന്നിട്ടുണ്ടെങ്കിൽ യേശു എന്ന് പറയാൻ പാടില്ല, പ്രാർത്ഥിക്കാൻ പാടില്ല. പക്ഷാൽ UP-യിലും ഉത്തരാഖണ്ഡിലും വീട് നിലം പറയാം. നമ്മൾ രാജസ്ഥാനിലെ വാർത്ത കേട്ടല്ലോ, മനോരമ വന്നിരുന്നു. ഞാൻ പത്രം വായിക്കാത്ത മനുഷ്യനാണ്, പക്ഷേ വാർത്തയെല്ലാം എനിക്ക് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കിട്ടും. ടെലിവിഷനില്ല, പത്രമില്ല. അവിടെ നിയമമായി ആരെങ്കിലും ഒരാൾ നിർബന്ധിത മതപരിവർത്തനമല്ല, മതപരിവർത്തനം നടത്തിയാൽ ആ നടത്തിയ മനുഷ്യൻ 25 ലക്ഷം രൂപ ശിക്ഷ, ജീവപര്യന്തം തടവ്, ജാമ്യമില്ലാത്ത തടവ്. അത് നിങ്ങളുടെ മകളാണെങ്കിലോ ഞങ്ങൾക്ക് തിരികെ വരാൻ സാധിക്കുമോ? ഇല്ല, തിരികെ വരത്തില്ല.
എൻ്റെ ഭാര്യ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് വടക്കേ ഇന്ത്യയിലോട്ട് വരുമ്പോൾ ലീഡർ വീടിൻ്റെ മുമ്പിൽ ഒരു മാവുണ്ട്, ഇപ്പോഴും ഉണ്ട് മാവ്, ഇപ്പോൾ വലുതായി, അന്നൊരു കൊച്ചു മാവാണ്. ആ മാവിൻ്റെ ഇലയെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ വാക്ക് പറഞ്ഞു, എന്നെങ്കിലും ഞാനൊരു പിച്ചച്ചട്ടിയുമായിട്ട്, എന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവ് മരിച്ചു പോയാൽ എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞു. അത് വാക്കകത്തൊന്നും വാക്കുകളായിട്ട് വന്നില്ല. എന്നെങ്കിലും ഞാൻ ഒരു കാലത്തും കേരളത്തിലേക്ക് മടങ്ങി വരികയില്ല. വടക്കേ ഇന്ത്യയിലെ തെരുവുകളിലൂടെ പിച്ചച്ചട്ടിയുമായിട്ട് നടന്നാലും കേരളത്തിലേക്ക് മടങ്ങത്തില്ല. ഞങ്ങൾക്ക് മടങ്ങാൻ സാധ്യമല്ല. പക്ഷേ ഞങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമുണ്ട്. എനിക്ക് മാത്രമല്ല, ഈ സമയത്ത് 431 സുവിശേഷ വേലക്കാരും വിശ്വാസികളും ജയിലിൽ കിടപ്പുണ്ട് വടക്കേ ഇന്ത്യയിൽ. ഞാനീ പറഞ്ഞതുപോലെ അവരുടെ മക്കളെ ആര് നോക്കും? അവരുടെ മക്കളെ, പഠിക്കുന്ന മക്കൾക്ക് ഫീസ് ആര് കൊടുക്കും? അവിടുത്തെ പെമ്മക്കളെ ആരെങ്കിലും പുറത്തോടൊക്കെ കൈ ഓടിച്ചിട്ടുണ്ടെങ്കിൽ ആരവർ പ്രൊട്ടക്റ്റ് ചെയ്യും? ജയിലിൽ കിടക്കുന്ന അവരുടെ ചിലവ് ആരെങ്കിലും വഹിക്കുമോ? ഞാൻ IPCയിലെ പാസ്റ്റർ, IPCയുടെ കുറ്റം പറയല്ല. ഏതെങ്കിലും ഒരു സംഘടനയിലെ ഒരാൾ ജയിലിൽ കിടന്നാൽ അവരുടെ ചിലവ് ഇവിടുത്തെ ഹെഡ് ക്വാർട്ടറിൽ നയിച്ചു കൊടുക്കുമോ? ഇല്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അറിവ് ശരിയാണെങ്കിൽ, ജയിലിൽ കിടക്കുന്ന, ശിക്ഷ അനുഭവിക്കുന്ന വരെ സഹായിക്കുന്ന ഏക മിഷൻ ഞങ്ങളുടെ മിഷനിലുള്ള ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കി ആരുമില്ല. ഞങ്ങൾ മറ്റുള്ളവർക്കൂടെ പ്രാർത്ഥിക്കണം. കർത്താവെ, ആരൊക്കെ ജയിലിലുണ്ടോ അവരുടെ എല്ലാം കുടുംബത്തെ കാത്തുകൊള്ളണമേ. ഒരാളെ അറസ്റ്റ് ചെയ്താൽ, പറഞ്ഞില്ലയോ, ജാമ്യമില്ലാത്ത ഇതാണ്. സുപ്രീം കോടതി പോകണം ജാമ്യം കിട്ടാൻ. സുപ്രീം കോടതി പോകാൻ ചിലവ് എന്ത് മാത്രമുണ്ട്? വക്കീലന്മാരൊക്കെ ചോദിച്ചാട്ട് എത്ര രൂപ ചിലവുണ്ട് സുപ്രീം കോടതി വരെ പോകാൻ? താഴത്തെ കോടതിയിൽ നിന്ന് പിന്നെ ഹൈക്കോടതിയിലോട്ട് പോയിട്ട്. അതുകൊണ്ടാണ് ഈ 6 മാസം എടുത്തത്. ആരായി ഇതിൻ്റെ ചിലവ് വഹിക്കുന്നത്? നിങ്ങൾ പ്രാർത്ഥിക്കണം. അവർ ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എത്ര നാളുണ്ട് കേസ്? കുറഞ്ഞത് 5 വർഷം. ഈ ഒരു വക്കീലിന് എത്ര രൂപ കൊടുക്കണം ഒരു പ്രാവശ്യം കോർട്ടിൽ പോകാനായിട്ട്? ജോർജ് ബ്രദറെ പറഞ്ഞ്, കുറഞ്ഞത് എത്ര രൂപ കൊടുക്കണം? 2000 രൂപ അങ്ങനെ കൊടുക്കണം. 5 വർഷത്തേക്ക് ആര് കൊടുക്കും? സംഘടനകളൊന്നും കൊടുക്കുന്നില്ല, സഭകളൊന്നും കൊടുക്കുന്നില്ല, എനിക്കറിയാവുന്നിടത്തോളം കൊടുക്കുന്നില്ല. നിങ്ങളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ഇരിക്കരുത്. എവിടെയെങ്കിലും വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ അവരെ ഓർത്തിട്ട് അവരുടെ പേര് നോക്കിയിട്ടെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, ഇദ്ദേഹത്തിൻ്റെ മക്കളെ കാത്തുകൊള്ളണമേ. ഇദ്ദേഹത്തിൻ്റെ കേസ് നടത്തുവാൻ പൈസ കൊടുക്കണമേ കർത്താവേ. ആർക്കെങ്കിലും കൊടുക്കണമെന്ന് തോന്നുമ്പോൾ അയച്ചു കൊടുക്കണം കേട്ടോ. അറിയാമെങ്കിൽ അയച്ചു കൊടുക്കണം. അതുകൊണ്ട് അവിടെയുള്ളവർ, ഒന്നാമത്തെ കാര്യം, ജനം ദൈവത്തിങ്കിലേക്ക് തിരിയണം. 2, അവിടെ നീതിയും ന്യായത്തോടെയും കൂടെ ദേശത്തെ ഭരിക്കണം. 3, കഷ്ടമനുഭവിക്കുന്ന, പെർസിക്യൂഷൻ സഹിക്കുന്നതായിട്ടുള്ള സുവിശേഷ വേലക്കാർക്കായിട്ട് പ്രാർത്ഥിക്കണം. പ്രേരണ തോന്നുമ്പോൾ, സഹായിക്കാൻ കഴിയുമ്പോൾ സഹായിക്കണം. 4-ാമത്തെ കാര്യം, ഒരു ഉണർവുണ്ടാകണം. ഒരു ഉണർവുണ്ടാകുന്നതാണ് രക്ഷ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളുടെ സംഘടനയ്ക്ക് IET എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് 10,000-ത്തിലധികം സഭകളുണ്ട്. ഞങ്ങൾ വേറെ ആരുടെയും സഭ എടുക്കത്തില്ല. ഞാൻ ജീവനുള്ള കാലം എടുക്കത്തില്ല. ഞങ്ങൾ വേറൊരാളുടെ വർക്കറെ എടുക്കത്തില്ല. ആരുടെയെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ആ സംഘടന ചിലപ്പോൾ എടുത്തു കൊടുത്ത് നയിക്കുന്നത് ഞങ്ങൾക്ക് അവിടെ വേല തുടരാൻ സാധ്യമാണെങ്കിൽ നിങ്ങൾ എടുത്താട്ടെ, അത് മാത്രമേ എടുത്തിട്ടുള്ളൂ, അല്ല എടുത്തിട്ടില്ല. ഒരു വേലക്കാരനെ എടുക്കത്തില്ല, സഭ എടുക്കത്തില്ല. ഞങ്ങളുടെ ഇത്രയും സഭയ്ക്കകത്ത് എല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ ഒരു 2.5 ലക്ഷമോ 3 ലക്ഷമോ ചിലപ്പോൾ കുറച്ചുകൂടെ കൂടുതൽ ആളുകൾ കാണും. ഇവരെല്ലാവരും താഴ്ന്ന നിലവാരത്തിലുള്ളവരാണ്. ജനങ്ങൾ അധകൃത ജാതി എന്ന് പറയുന്നവരാണ്. ഞാൻ പറയത്തില്ല. മാത്രമല്ല, അവരെല്ലാം ആദിവാസികളാണ്. അവർക്കാർക്കും വോയിസ് ഇല്ല, ശബ്ദമില്ല. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ, ഒരു മുഖ്യമന്ത്രി ക്രിസ്ത്യാനിയായാൽ എന്തായിരിക്കും ആ സ്റ്റേറ്റിൻ്റെ നില? ഒരു കളക്ടർ വിശ്വാസിയായി കഴിഞ്ഞാൽ ആ ഡിസ്ട്രിക്റ്റിൻ്റെ നില എന്തായിരിക്കും? നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ, ഉയർന്ന തലത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാകട്ടെ. താഴെ മാത്രമല്ല, അതും വേണം. കർത്താവ്, അവർക്കാണ് കൂടുതൽ പ്രിഫറൻസ് ദൈവം, സ്വർഗത്തിലെ ദൈവം കൊടുത്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ മേളിലുള്ളവർക്കൂടെ പ്രാർത്ഥിക്കണം, കർത്താവ്, ഒരു ഉണർവ് ദേശത്താകമാനം ഉണ്ടാകട്ടെ. നമ്മൾ പറയുന്ന വിശ്വാസ പ്രമാണമൊക്കെ എവിടെ ഉണ്ടായത്? റോമിലെ ഒരു ചക്രവർത്തി ക്രിസ്ത്യാനിയായത് കാരണമാണ്. നമ്മളും പ്രാർത്ഥിക്കണം, കർത്താവേ, ഞങ്ങളുടെയും ചക്രവർത്തി, ഞങ്ങളുടെയും പ്രധാനമന്ത്രി, ഞങ്ങളുടെ മുഖ്യമന്ത്രി വിശ്വാസിയായി തീരട്ടെ. അല്ലെങ്കിൽ ഞങ്ങളുടെ മിത്രങ്ങൾ ആയി തീരട്ടെ, യോഗിയായി തീരട്ടെ, അംബാനിയായി തീരട്ടെ. ആളുകൾ യേശുവിനെ കണ്ടുമുട്ടട്ടെ. നമ്മൾ പ്രാർത്ഥിക്കുന്നത് വടക്കേ ഇന്ത്യക്ക് വേണ്ടി. നിങ്ങൾ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ, ഇന്ത്യയിലെ മാപ്പിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ, തെക്കേ ഇന്ത്യയുടെ, നോർത്ത് ഈസ്റ്റ് ഇന്ത്യയുടെ, ഇവിടെയാണ് മൊത്തം 2/3 ജനസംഖ്യ ഇവിടെയാണ്. അവിടെ കൈവച്ചിട്ട് പ്രാർത്ഥിക്കണം. ഇന്ത്യ ഭരിക്കുന്ന ആരാണ്?
മലയാളികളാണ്, തെക്കേ ഇന്ത്യക്കാരാണ്. അല്ല, എപ്പോഴെങ്കിലും തെക്കേ ഇന്ത്യയിലെ ഒരു പ്രധാനമന്ത്രി വന്നാലും പ്രസിഡൻറ്റ് വന്നാലും അവർക്ക് യാതൊരു വോയിസും ഇല്ല. ആരാ ഭരിക്കുന്നത്? ഈ വടക്കേ ഇന്ത്യക്കാരാണ്. അവർക്കാണ് മെജോറിറ്റി. അവരുടെയിലാണ് പണമാണ് ഭരിക്കുന്നത് കേട്ടോ. രാഷ്ട്രീയമൊന്നും അല്ല ഭരിക്കുന്നത്, പണമാണ്. അവർ പറയുന്നത് പോലാണ് നിയമങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മൾ കൈവച്ചിട്ട് വടക്കേ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്താണ് ആളുകൾ ഈ വടക്കേ ഇന്ത്യയിലുള്ള ഭരണാധിപന്മാരും ജനങ്ങളും നമ്മുടെ ശത്രുത്വം മാറ്റിവെച്ചിട്ട് യേശുവിൻ്റെ ഉപദേശം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. എന്നെക്കൊണ്ട് ചെയ്യാനൊക്കെ ഞാൻ ചെയ്യും. ഞാൻ പറഞ്ഞില്ല, ഞാൻ 264 ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ഈ 264 ഫ്ലാറ്റിൽ ഞാനൊരു പുസ്തകം ക്രിസ്മസിന് എത്തിക്കും. ക്രിസ്മസിന് അങ്ങോട്ട് ഗുണമുണ്ട്. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ബ്ലസ്സഡ് ന്യൂ ഇയർ എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകം കൊടുക്കാം. ബൈബിൾ കൊടുത്താൽ ഒരു പ്രയോജനമില്ല. പലരും ന്യൂ ടെസ്റ്റ്മെൻറ്റ് അതും ഫ്രീ ആയിട്ട് കിട്ടുന്നത് കൊണ്ട് കൊടുക്കും. അതാരും വായിച്ചാൽ രക്ഷിക്കപ്പെടുമെങ്കിൽ എല്ലാ യാക്കോബക്കാരും കത്തോലിക്കരും പെന്തിക്കോസുകാരും എല്ലാവരും രക്ഷിക്കപ്പെടത്തില്ലായിരുന്നു. വേദപുസ്തകം വായിച്ചാലും രക്ഷിക്കപ്പെടത്തില്ല. ഞാൻ തെളിവ് തരാം. എവിടെയെങ്കിലും 100,000-നകത്ത് ഒരാൾ രക്ഷിക്കപ്പെട്ടെന്ന് വരാം. പക്ഷേ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഞാനൊരു പുസ്തകം കൊടുക്കും. ബില്ലി ഗ്രഹാമിൻ്റെ ബേർഡ് എ ഫ്ലെയിം ഞാൻ എല്ലാവർക്കും കൊടുത്തു. പ്രധാനമന്ത്രിക്ക് കൊടുത്തു, എല്ലാ മന്ത്രിമാർക്കും കൊടുത്തു, എല്ലാ പാർലമെൻറ്റ് മെമ്പേഴ്സിനും കൊടുത്തു. ആളുകളൊരും വർഗീസിൻ്റെ രൂപ ഉണ്ടായിട്ട് എൻ്റെ കഴിവനുസരിച്ച് ഞാൻ ചെയ്യുന്നു, നിങ്ങളുടെ കഴിവനുസരിച്ച് നിങ്ങളും ചെയ്യണം. ശബ്ദം കേൾക്കുന്നവർ കേൾക്കണം കേട്ടോ. അടുത്ത ക്രിസ്മസിന് ഏതെങ്കിലും ഒരു പുസ്തകം 10 യോഹന്നാൻ്റെ 10 പുസ്തകം വാങ്ങിച്ചു കൊടുക്കാനൊക്കത്തില്ലയോ? പക്ഷേ 2 പുസ്തകം വാങ്ങിച്ചു കൊടുക്കാനൊക്കത്തില്ലയോ? സാധിക്കും. നമ്മളെക്കൊണ്ട് ചെയ്യാനൊക്കുന്നത് ചെയ്യണം. അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ. ഞാൻ പറഞ്ഞില്ലേ, പ്രധാനമന്ത്രി മുതൽ നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് വരെ ഞാൻ അയച്ചു കൊടുക്കും. നിങ്ങളും ചെയ്യാനൊക്കുന്നു ചെയ്യണം. ജനം ദൈവത്തിലേക്ക് തിരിയട്ടെ. നമ്മൾ മതം മാറ്റുകയല്ല, മനം മാറ്റുകയാണെന്ന് ആളുകൾക്ക് മനസ്സിലാവണം. രണ്ടാമത്തെ കാര്യം, നമ്മൾ ത്യാഗപൂർവം കൊടുക്കണം. അല്ലേ? സ്വത്രകാഴ്ച ഇടുമ്പോൾ പലരും നോക്കുന്നതൊക്കെ എവിടെയെങ്കിലും 1 രൂപ ഉണ്ടെന്നാണ് നോക്കുന്നത്. 1 രൂപ, അയ്യോ അത് 10 രൂപയോ, അത് വേണ്ട. ഇല്ല, ത്യാഗപൂർവമായിട്ട് കൊടുക്കണം. ഞാൻ പറയുന്നത് കേട്ടേട്ടാ. എൻ്റെ കയ്യിൽ 1 കോടി രൂപ ഉണ്ടെന്ന് വിചാരിച്ചു. എൻ്റെ കയ്യിൽ ഒരു ബ്രദർ വന്ന് പറയാം, ഞാനൊരു ചർച്ച് പണിയുക, എൻ്റെ രൂപ ഇല്ല. എന്തു ചെയ്യും? ഞാൻ 1,00,000 രൂപയുടെ ഒരു ചെക്ക് എഴുതി കൈ കൊടുക്കും. അതിന് വലിയ ത്യാഗത്തിൻ്റെ മണമില്ല. 1 കോടിയിൽ 1,00,000. പക്ഷേ എൻ്റെ 10,000 രൂപയുള്ളെന്ന് വിചാരിച്ചാട്ടെ. അന്നേരം ഒരു സ്പെഷ്യൽ ഓഫറിങ് എടുക്കുന്നു. എന്താണ്? നമ്മുടെ സഭയിൽ ഒരു പാവപ്പെട്ട സഹോദരിയുണ്ട്, അവരുടെ മോളെ നേഴ്സിങ്ങിന് വിടണം, എല്ലാവരും കൂടെ ഒന്ന് സഹായിക്കണം. ഞാൻ 2,000 രൂപ കൊടുക്കാൻ എന്നെക്കൊണ്ട് പ്രയാസമായിരിക്കും 10,000-ൽ നിന്ന്. കാരണം എനിക്ക് എൻ്റെ ഫ്ലാറ്റിന് വാടകയില്ല, ഫ്ലാറ്റ് സംഘടനയുടെ വകയാണ്, എനിക്ക് സ്വത്തില്ലാത്ത മനുഷ്യനാണ്. പക്ഷേ അതിന് മെയിൻ്റെനൻസ് ചാർജ് നമ്മളുണ്ട്, 6,000 രൂപ കൊടുക്കണം മാസം. പിന്നെ എനിക്ക് ഇലക്ട്രിസിറ്റി ചാർജ് കൊടുക്കണം, എൻ്റെ ടെലിഫോണിൻ്റെ ചാർജ് കൊടുക്കണം, പിന്നെ വീട്ടിലേക്ക് പാല് വാങ്ങിക്കണം, 2,000 രൂപ. പക്ഷേ അന്നേരം ഞാൻ 2,000 രൂപ കൊടുക്കാമെങ്കിൽ അതിന് ത്യാഗത്തിൻ്റെ ഒരു മണമുണ്ട്. അത് ദൈവത്തിൻ്റെ ശ്രദ്ധയെ ആകർഷിക്കുന്നു. ദശാംശം കണക്ക് നോക്കി കൊടുത്താൽ ദൈവം ഹാപ്പിയാണ്. പക്ഷേ ദൈവത്തിൻ്റെ അറ്റൻഷൻ പിടിച്ചെടുക്കണമെങ്കിൽ ത്യാഗപൂർണമായിട്ട് നമ്മൾ കൊടുക്കണം. മൂന്നാമത്തെ കാര്യം, നമ്മൾ ധൈര്യത്തോടെ പോകാനായിട്ട് പ്രാർത്ഥിക്കണം. ആരൊക്കെ പോകുന്നുണ്ടോ അവരെല്ലാവരും ത്യാഗപൂർണമായിട്ട് പോകാൻ പ്രാർത്ഥിക്കണം. കാരണം ചിലർ പോകും വടക്കേ ഇന്ത്യയിൽ. ബൈബിൾ സ്കൂളിലൊക്കെ വന്ന് ഞങ്ങൾ മിഷൻ ചലഞ്ച് ചെയ്ത് കഴിയുമ്പോൾ പലരും സമർപ്പിക്കും, വന്നു കഴിയുമ്പോൾ ചോദിക്കുന്ന, എനിക്ക് എന്തോ പൊസിഷനാണ് തരുന്നേ, ഏത് സഭയുടെ പാസ്റ്റർ ആക്കുന്നേ, ഒരടി കിട്ടുമ്പോൾ ഇഞ്ഞ് പോരും, അടുത്തടുത്തങ്ങോട്ട് അടി വരുന്നെന്ന് കേൾക്കുമ്പോൾ ഇഞ്ഞ് പോരും. പക്ഷെ തിരിച്ചു വരാത്ത, ലില്ലി പ്രാർത്ഥിച്ചതുപോലെ എന്തെല്ലാം പ്രശ്നം വന്നാലും ഞാൻ മടങ്ങിപ്പോകത്തില്ല എന്ന് പറയുന്ന ഒരു കൂട്ടം കറേജ്, ധൈര്യപൂർവ്വം പോകാൻ പൗലോസിനെ പോലെ, പത്രോസിനെ പോലെ, ബാക്കിയുള്ള സാധു സുന്ദർ സിംഗിനെ പോലെ, ഭക്ത സിംഗിനെ പോലെ, എൻ്റെ പാസ്റ്ററായിരുന്ന മല്ലപ്പള്ളിക്കാരൻ PM തോമസിനെ പോലെ പോകാനായിട്ട് പ്രാർത്ഥിക്കണം. എന്തെല്ലാം വന്നാലും തിരികെ വരികയില്ല. എൻ്റെ കയ്യിൽ ഒത്തിരി കഥകളുണ്ട്. ഞാൻ കട്ടറായി ചെന്ന് കഴിഞ്ഞ് വെച്ച കാശ്മീരിൽ 5 വർഷം കഴിഞ്ഞു. ഞങ്ങൾ കൊണ്ടുപോയ ചെരുപ്പൊക്കെ പൊട്ടാൻ തുടങ്ങി, ഷൂസൊക്കെ കീറാൻ തുടങ്ങി. നല്ല തുണികൾ മാത്രമേ ഞങ്ങൾ ഇട്ടിട്ടുള്ളൂ. പപ്പ നല്ലൊരു മനുഷ്യനായിരുന്നു, ഏറ്റവും വില കൂടിയ തുണി. അതുകൊണ്ട് ഞാൻ പട്ടാളത്തിലായിരിക്കുമ്പോഴേ ഏറ്റവും നല്ല ഷർട്ടും പാൻറ്റും ഷൂസും ഒക്കെ ആയിരുന്നു. ഓരോന്നോരോന്ന് കീറി, ലില്ലിയുടെ സാരിയെല്ലാം കീറി. ഒരു ദിവസം ഒരാൾ വന്നു, ലില്ലിയെ വിളിക്കാൻ വന്നതാണ്. അവിടുത്തെ ടീച്ചറായിട്ട് ജോലി ചെയ്യാൻ, അവരുടെ സ്കൂളിൽ ടീച്ചറായിട്ട് ജോലി ചെയ്യാൻ വിളിച്ച
കാരണം ലില്ലി ട്രെയിൻഡ് ടീച്ചറാണ്. അവർക്ക് ടീച്ചേഴ്സിൻ്റെ വേക്കൻസി വന്നു, വേറെ ആരെയും കിട്ടുന്നില്ല. അവർ വന്നു. കൂടെ ഒരു മദാമയും വന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ കണ്ടിട്ടില്ലാത്തൊരു മദാമ. അവർ വന്നു, കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, കണ്ടിട്ടുണ്ട്. മദാമ വന്നു കഴിഞ്ഞപ്പോൾ ലില്ലി പെട്ടെന്ന് എളുപ്പം ഉള്ളതിൽ നല്ല സാരി ഉടുത്തോണ്ട് ഇറങ്ങി വന്നു. ഞങ്ങളൊരു മുറിയിലാണ് താമസിക്കുന്നത്, ബൈബിൾ സ്കൂളിൻ്റെ ഒരു കെട്ടിടമാണ്. വന്നു കഴിഞ്ഞപ്പോൾ ഈ വന്ന സ്ത്രീ പറഞ്ഞു, ആഹാ, മദാമയെ കണ്ടുകൊണ്ട് കീറിയ സാരി ഉടുത്തോണ്ട് വന്നിരിക്കുക ഇല്ലയോ. എനിക്കിപ്പോഴും ലില്ലി എടുത്തിരുന്ന സാരിയുടെ നിറം ഓർമ്മയുണ്ട്, അതിൻ്റെ കീറിയതായിരുന്നു. ലില്ലിയുടെ ഉള്ളതിൽ നല്ല സാരി അതായിരുന്നു. ലില്ലി നല്ല കുടുംബത്തിൽ ജനിച്ച, നല്ല കുടിച്ച പണമുള്ള വീട്ടിൽ ജനിച്ചാണ്. ഒത്തിരി പണക്കാരിയല്ല, പക്ഷെ പണമുള്ള വീട്ടിൽ. പക്ഷേ ലില്ലി തിരിച്ചു വന്നില്ല. ടീച്ചറിൻ്റെ ജോലിയും ഏറ്റെടുത്തില്ല. അവരാവുന്നത് ശ്രമിച്ചു നോക്കി. നിങ്ങളിവിടെ താമസിക്കേണ്ട, ഞങ്ങൾ ക്വാർട്ടർ തരാം, സ്കൂളിൽ മിഷൻ സ്കൂളാണ്, സ്കൂളിൽ ജോലി തരാം, സ്കൂളിൽ ക്വാർട്ടർ തരാം, അവിടെ താമസിക്കാം, ശമ്പളം കിട്ടും, ഇങ്ങനെ പട്ടിണി കിടക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഓർക്കുന്നു, കട്രായിലായിരിക്കുന്ന സമയത്ത് ഒരു ദിവസം കരയാതിരിക്കാൻ ശ്രമിക്കാൻ ഞാൻ ട്രാക്റ്റ് കൊടുത്തു പോവുകയാണ്. എല്ലാ ദിവസവും എല്ലാ ദിവസവും രാവിലെ തൊട്ട് വൈകിട്ട് വരെ. പക്ഷേ മാസത്തിലൊരിക്കൽ എനിക്കൊരു പുതിയ ട്രാക്റ്റ് കിട്ടും, നല്ല ഒരു ട്രാക്റ്റ്. അത് പുതിയ ട്രാക്റ്റാണ്, 2 മാസം ഇരിക്കുമ്പോഴേക്കും. അപ്പോൾ അത് ഞാൻ അവരുടെ കടകളിലൊക്കെ കൊടുക്കും. ഒരു കടകളിൽ ഇങ്ങനെ കൊടുത്തു പോയി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പയ്യനുണ്ട്. അവൻ എന്നെ വലിയ കാര്യമാണ്. അവൻ്റെ അപ്പൻ്റെ ജ്യേഷ്ഠൻ്റെ വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വരുന്നതുകൊണ്ടൊക്കെ ഞങ്ങളുടെ പെരുമാറ്റമൊക്കെ കണ്ടിട്ട് ഞങ്ങളോട് സ്നേഹം. ബാക്കിയുള്ളവരാരും ഞങ്ങളോട് മിണ്ടും. പക്ഷേ കാരണം ജമ്മു കാശ്മീരിലും പഞ്ചാബിലും എല്ലാവരും ക്രിസ്ത്യാനികളെല്ലാം തോട്ടികളാണ്. കക്കൂസിലെ തീട്ടം കോരി മലയാളം പറഞ്ഞതാണ്. കൊട്ടയ്ക്കകത്ത് കൊണ്ടുപോയി ദൂരെ കളയുന്ന ജാതിക്കാരാണ് അവർ. അപ്പോൾ പക്ഷേ ഈ മനുഷ്യൻ മാത്രം ഇപ്പോഴും ഞങ്ങളെ വലിയ കാര്യമാണ്. എന്നെ കെട്ടിപ്പിടിക്കും ഇപ്പോൾ ചെല്ലുമ്പോഴും. ഖേം എന്നെ കണ്ടു, ഞാൻ ട്രാക്റ്റ് കൊടുത്തു. പുതിയത് വന്നാണ്, പുതിയത് വന്നാ. എന്നിട്ട് എൻ്റെ ഒക്കെ പറഞ്ഞു, നാണ്ട നിൻ്റെ ഭാര്യയും അബിയും കൊണ്ടുവന്നു. അബിക്കൊന്ന് 1 വയസ്സ് കാണും, 1.5 വയസ്സുണ്ട്, 1 വയസ്സേ ഉള്ളൂ. കൊണ്ടുപോകണം. അപ്പം ലില്ലി വേദോസ്തം എടുത്ത് ആക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ലില്ലി കൊച്ചിനെയും കൊണ്ട് പോവുക. ഇച്ചിരി റോഡിൻ്റെ ഇപ്പുറത്താണ്, ലില്ലി അപ്പുറത്തൂടെ പോവുക. ലില്ലി താഴെ നോക്കിയാണ് നടക്കുന്നത്. കാരണം വടക്കേ ഇന്ത്യയിലൊക്കെ ഒരു പറച്ചിലുണ്ട്, ഈ സുവിശേഷ വേലക്കാർ ഭാര്യയെ ചെറുപ്പക്കാർക്ക് കൊടുത്തിട്ട് ക്രിസ്ത്യാനികളാകാൻ ആകർഷിക്കുന്നതാണ്. അതുകൊണ്ട് ലില്ലി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ പോവാണ്, പേരുദോഷം കേൾപ്പിക്കരുതല്ല. കൊച്ചിനെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്, ഇങ്ങനെ നടന്നു പോവാം. അപ്പോൾ കുഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ താഴോട്ട് അങ്ങ് പോകും. ലില്ലി പെട്ടെന്ന് ഈ കൊച്ചിനെ മേളിലോട്ട് പൊക്കിയെടുത്തപ്പോൾ ലില്ലിയുടെ ബ്ലൗസ് കീറിയതായിരുന്നു. അതിനകത്തൂടെ ലില്ലിയുടെ അടിവസ്ത്രം ബ്രേസിയർ കാണാമായിരുന്നു. മലയാളം പറയുകയാണ് ഞാൻ. അവിടെ ഇരുന്ന 2 പേര് കണ്ണ് കാണിച്ചുകൊണ്ട് അവർ വിചാരിച്ചത് ലില്ലി കാണിക്കുവാന്ന്. ഒരു ബ്ലൗസ് വാങ്ങിച്ചു കൊടുക്കാൻ എനിക്ക് നിവൃത്തിയില്ലായിരുന്നു. ഞാൻ പട്ടാളത്തിൽ അവൽദാറായിരുന്നു, 3 വരക്കാരനാണ്, ശമ്പളം ഉണ്ടായിരുന്നു. എൻ്റെ പപ്പ തോട്ട സൂപ്രണ്ടായിരുന്നു. ഞങ്ങൾ തിരിച്ചു വരുന്ന കാര്യം ചിന്തിച്ചു പോലുമില്ല. പ്രാർത്ഥിക്കണം. വടക്കേ ഇന്ത്യക്ക് പോകുന്നവർ, കാതലുള്ളവർ, 10ാം ക്ലാസ് 10 പ്രാവശ്യം തോറ്റിട്ട് മറ്റ് ജോലിയൊന്നും കിട്ടാത്തത് കൊണ്ട് മാന്യമായ ജോലിക്ക് വേണ്ടി വേദപുസ്തകം കൊണ്ട് ഇറങ്ങുന്നവരല്ല, സമർപ്പണമുള്ളവർ. അവർ പോകാനായിട്ട് പ്രാർത്ഥിക്കണം. പോകുന്നവർ ധൈര്യത്തോടെ പോകുന്നവരായിത്തീരട്ടെ. 4ാമത്തെ കാര്യം, സഭ ബിഷപ്പുമാർക്ക്, എല്ലാ സഭയിലും പെന്തിക്കോസ്തിലെ ഉൾപ്പെടെ ബൈബിൾ സ്കൂൾ നടത്തുന്നവർക്ക് അൺറീച്ച്ഡ് ആൾക്കാർ, സുവിശേഷം കേട്ടിട്ടില്ലാത്തവരെ പറ്റി ഒരു ഭാരം ഉണ്ടാകട്ടെ. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പത്തനംതിട്ട അകത്തോട് ഇങ്ങനെ കയറിപ്പോവുകയാണ്. എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. സാജൻ ജോയി, ചിലരൊക്കെ അറിഞ്ഞു കാണും, അല്ലെ, കൺവെൻഷൻ പ്രസംഗനാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. എൻ്റെ അനന്തരത്തിയാണ് സാജൻ ജോയി കല്യാണം കഴിച്ചിരിക്കുന്നത്. അവരുടെ വീട്ടിലോട്ട് പോകുമ്പോൾ ഞാൻ കണ്ടു IPC ചർച്ച്, ഷാരോൺ ചർച്ച്. ഓരോ കിലോമീറ്റർ കഴിയുമ്പോഴും അതിന് മുമ്പേ ഒരു ചർച്ച്. ഞാൻ വിചാരിച്ചു, എല്ലാവർക്കും ഈ ഓരോ കിലോമീറ്ററിലെ ചർച്ച് വേലക്കാരനെ അയക്കാൻ എന്തുകൊണ്ട് കണ്ണൂരേക്ക് പോകുന്നില്ല? എന്തുകൊണ്ട് പാലക്കാടേക്ക് പോകുന്നില്ല? എന്തുകൊണ്ട് ഇടുക്കിയിലേക്ക് പോകുന്നില്ല? എന്തുകൊണ്ട് മലബാറിലേക്ക് പോകുന്നില്ല? എന്തുകൊണ്ട് വയനാട്ടിലേക്ക് പോകുന്നില്ല? നമ്മുടെ സഭാ നേതാക്കന്മാർക്ക്, നമ്മുടെ ബൈബിൾ സ്കൂൾ നടത്തിപ്പുകാർക്ക് അൺറീച്ച്ഡ് ആൾക്കാരെ പറ്റി ഒരു ഭയം, ഒരു ഭാരം ഉണ്ടാക്കുവാനായിട്ട് പ്രാർത്ഥിക്കണം. അവർക്കുണ്ടായാൽ, എൻ്റെയൊക്കെ ഒരാൾ പറഞ്ഞു, ആളുകൾ പോയെങ്കിലല്ല ഉള്ളൂ, പോകുന്നതിനെപ്പറ്റി മാസത്തിൽ ഒരു സന്ദേശം ഓരോ ബൈബിൾ സ്കൂളിലും റീച്ച് ദ അൺറീച്ച്ഡ് ഹൗ എന്ന് പറഞ്ഞൊരു ഒരു സന്ദേശം കൊടുക്കാമെങ്കിൽ 10 പേരെങ്കിലും പോകും. ഒരു പ്രസംഗം ഞാൻ കേട്ടിട്ടാണ് ഞാൻ സമർപ്പിച്ചത്.
സുവിശേഷം കേട്ടിട്ടില്ലാത്തൊരു സുവിശേഷം പറയണം. ഞാൻ ആ ദീപശിഖ കണ്ടു, ഞാൻ പറഞ്ഞു ഞാൻ പോകും. അങ്ങനെ പോകാമെങ്കിൽ നമ്മുടെ ആൾക്കാർക്കൊരു ഭാരം ഉണ്ടാകാനായിട്ട് വേണം. റീച്ച് ദ അൺറീച്ച്ഡ്. എൻ്റെ സമയം ഞാൻ ഇവിടെ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഒത്തിരി മുദ്രാവാക്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ മിഡിൽ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇച്ചിരി ഇൻകുലാബ് വിളിക്കാൻ ഒരു ആവേശം കയറുമല്ലോ ചെറുപ്പക്കാർക്ക്. അപ്പോൾ എനിക്കൊരു ആവേശം കയറിയതാണ്. ഇൻകുലാബ് സിന്ദാബാദ്. ഇലക്ഷൻ നടക്കുകയാണ്. അപ്പോൾ വിളിച്ചോണ്ട് നടക്കാം. ഞാനും ചെന്ന് വിളിച്ചിട്ട് ഇൻകുലാബ് സിന്ദാബാദ്. ഒരാൾ വന്ന് എൻ്റെ കൈക്ക് കയറി പിടിച്ചിട്ട് പറഞ്ഞു, അത് കോൺഗ്രസ്സുകാർ വിളിക്കുന്നത് അങ്ങനെ, ഞങ്ങളുടെ പാർട്ടി ജയിക്കട്ടെ പറഞ്ഞ്. കമ്മ്യൂണിസ്റ്റുകാരും വിളിക്കുന്ന അങ്ങനെയൊന്നുമില്ല, ഇൻകുലാബ് സിന്ദാബാദ്. അപ്പോൾ കൊച്ചി ചെറുക്കനാണെങ്കിലും മസിലില്ലെങ്കിലും അന്ന് ഞാനും വിളിച്ചു ഇൻകുലാബ് സിന്ദാബാദ്. അതുകൊണ്ട് ഞാൻ ഒത്തിരി മുദ്രാവാക്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുപോലെ വിളിച്ചു പറയും, എൻ്റെ ദൈവം. വെറുതെ പറയത്തില്ല, എൻ്റെ ദൈവം. അതുകൊണ്ട് ഞാനും മുദ്രാവാക്യങ്ങൾ പലതും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് 2 മുദ്രാവാക്യം പറയാം. ഒന്ന്, നിങ്ങളുടെ ഒരു പൈതൽ ദൈവത്തിന്. എൻ്റെ പപ്പായുടെ ഒരു കസിൻ ബ്രദർ, 3rd കസിനോ 4th കസിനോ അങ്ങാണ്ടാണ്, എനിക്ക് ശരിയായിട്ട് അറിയത്തില്ല. എനിക്കെടുത്ത് കണക്ക് കൂട്ടിയാൽ കണ്ടുപിടിക്കാം എനിക്ക്. അദ്ദേഹം മർത്തോമയിലെ അച്ഛനാണ്. അച്ഛൻ്റെ മോൻ ഒരച്ഛനാണ്, KO സാം അച്ഛൻ. എന്നേക്കാൾ 12 വയസ്സിന് മൂത്തതാണ്. എന്ന് മരിച്ചിട്ട് എത്രയോ വർഷങ്ങളായി. ആ അച്ഛൻ്റെ മോനച്ഛൻ്റെ കല്യാണം നടക്കുക. അപ്പോൾ പപ്പായും അമ്മച്ചിയും പോയപ്പോൾ എന്നെ കൊണ്ടുപോയി. വേറെ മക്കളെ ആരെങ്കിലും കൊണ്ടുപോയെന്ന് എനിക്ക് ഓർമ്മയില്ല. കല്യാണം നടന്നത് എനിക്ക് ഓർമ്മയില്ല. മിന്നു കെട്ടിയത് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ അത് കഴിഞ്ഞ് വെച്ചാൽ അതിനപ്പുറത്താണ് അച്ഛൻ്റെ താമസം. അച്ഛന് വീടില്ലായിരുന്നു, മരിക്കുന്നത് വരെ വീടില്ലായിരുന്നു. കിട്ടുന്ന രൂപ എല്ലാം സുവിശേഷ വേലയ്ക്ക് ചിലവാക്കിയ ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് അച്ഛന് വീടില്ലാത്ത മഹാനായ അച്ഛൻ എപ്പിസ്കോപ്പായ കണ്ടാണ്, കശീശ. പക്ഷേ അദ്ദേഹത്തിന് വീടില്ലായിരുന്നു. പുനലൂർ കാട്ടുനിലത്ത് ഉമ്മനച്ഛന് വീടില്ലായിരുന്നു. അദ്ദേഹത്തിന് അന്യൻ്റെ വീട്ടിലാണ് മരണം വരെ താമസിച്ചത്. അവിടെ താമസിക്കുന്ന സമയത്ത് അവിടെയാണ് ആഹാരം ക്രമീകരിച്ചിരിക്കുന്ന പന്തലിൽ. അച്ഛനപ്പച്ചൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞതെനിക്ക് ഓർമ്മയുണ്ട്. ദൈവം നല്ല കാലാവസ്ഥ തന്നു, ദൈവത്തിന് സ്തോത്രം. 2ാമത് പറഞ്ഞു, നിങ്ങളെല്ലാവരും വന്നു, നിങ്ങൾക്ക് നന്ദി. 3ാമത് പറഞ്ഞു, ഞാൻ എൻ്റെ വേദപുസ്തകം വായിക്കുമ്പോൾ അതിനകത്ത് ഒരു വാക്യം ഇങ്ങനെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു, നിൻ്റെ ആദ്യത്തെ ആൺസന്താനത്തെ ദൈവവേലയ്ക്ക് കൊടുക്കണം. ഈ അച്ഛൻ വേദപുസ്തകം അറിയാവുന്ന അച്ഛനാണ്, വേദപുസ്തകം പഠിപ്പിക്കുന്ന അച്ഛനാണ്, വേദപുസ്തക പ്രകാരം ജീവിക്കാൻ ശ്രമിക്കുന്ന അച്ഛനാണ്. ആ അച്ഛൻ പുനലൂർ ചന്തയിൽ ഓരോ ദിവസം, ചന്തയുള്ള ദിവസം അച്ഛൻ അവിടെ പുനലൂരുള്ള ദിവസം എല്ലാം അച്ഛൻ ഓടി നടന്ന് റോഡിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കും, ഭാവികളെ മനം തിരിയുക, യേശുവിൻ്റെ അടുക്കലേക്ക് വരിക, അവൻ നിങ്ങളെ രക്ഷിക്കും. ഓപ്പൺ എയർ നടത്തുന്ന മനുഷ്യൻ. അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ വേദപുസ്തകത്തെ കൊണ്ട് നിൻ്റെ ആദ്യത്തെ സന്താനത്തെ ദൈവത്തിന് കൊടുക്കണം. എൻ്റെ പപ്പ ഞങ്ങളെ മക്കളെല്ലാം വേദപുസ്തകം പഠിപ്പിക്കും. പക്ഷേ ആ ഒരു വാക്യം പപ്പ ഉപദേശമൊന്നുമല്ല പറഞ്ഞ, കഥകളൊക്കെയാണ് പറയുന്നത്. ഞാൻ രക്ഷിക്കപ്പെടുന്ന സമയത്ത് എനിക്ക് 29 വയസ്സ്. എൻ്റെ ഭാര്യ അന്ന് 5 മാസം ഗർഭിണിയാണ്. ഞാൻ ആ വാക്യം കണ്ടുപിടിക്കണമെന്ന് വിചാരിച്ചു. എൻ്റെ വേദപുസ്തകം ഇല്ല. ലില്ലിയുടെ മലയാളം വേദപുസ്തകമുണ്ട്. ഒരു വാക്യം കണ്ടുപിടിക്കാൻ മലയാളം വേദപുസ്തകത്ത് കണ്ടുപിടിക്കാൻ ഒക്കും ഇല്ല. അപ്പോഴാണ് എനിക്ക് ഒരു ഇംഗ്ലീഷ് ബൈബിൾ വാങ്ങിക്കാനുള്ള ഭാഗ്യം ഉണ്ടായത്. അതിനകത്ത് അവസാനം കൺകോർഡൻസ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, ഒത്തുവാക്യം. ഞാൻ അതിനകത്തൊന്ന് കണ്ടുപിടി. ഫസ്റ്റ് ചൈൽഡ്, പുറപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം, നിൻ്റെ ആദ്യത്തെ സന്താനത്തെ ദൈവത്തിന് കൊടുക്കണം. ഞാൻ ലിലിയുടെ വയറ്റിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, ദൈവമേ ഇതാണായിരിക്കട്ടെ. കാരണം എനിക്കൊരാഗ്രഹം, എൻ്റെ മകൻ എന്നെപ്പോലെ സുവിശേഷം പ്രസംഗിക്കണം. ഞാൻ പട്ടാളത്തിലാണെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ സാക്ഷ്യം പറയും, പ്രസംഗിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാൻ സാക്ഷ്യം പറയും, അതുപോലെ എൻ്റെ മകനും സുവിശേഷം പ്രസംഗിക്കുന്നവനായി തീരട്ടെ. ഇതൊരാൺ സന്താനമായിരിക്കട്ടെ. അവൻ നിൻ്റെ വേല ചെയ്യട്ടെ, ഞാൻ സമർപ്പിക്കുന്നു. 2ാമത്തേനും പ്രാർത്ഥിച്ചു, 3ാമത്തേനും പ്രാർത്ഥിച്ചു, 4ാമത്തേനും പ്രാർത്ഥിച്ചു, 5ാമത്തേനും പ്രാർത്ഥിച്ചു. ദൈവത്തിന് മഹാകൃപ തോന്നി. ഞങ്ങളുടെ 4 മക്കളെ ഫുൾ ടൈം സുവിശേഷ വേലയ്ക്ക് വിളിച്ചു. 2 പേര് ശമ്പളം വാങ്ങിച്ചുകൊണ്ട് വേല ചെയ്യുന്നു, 2 പേര് എന്നെപ്പോലെ കിട്ടിയാലും ഒക്കെ കിട്ടിയില്ലെങ്കിലുമൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന് സുവിശേഷം പ്രസംഗിക്കുന്നു. ഞാൻ പറയുന്നു, നിങ്ങളും നിങ്ങളുടെ വേദപുസ്തകം അനുസരിക്കുമെന്ന് പറയുന്നവർ ചെയ്യണം. ചില പെന്തിക്കോസ് വസ്ത്രമെടുക്കലും ഞാൻ ചോദിക്കും, എത്ര മക്കളുണ്ട്? 2. അതെന്താ നിർത്തിയേ? നിർത്താൻ വാക്യം എന്നെ കാണിച്ചു തരാമോ? ഞാൻ കാണുന്നില്ല, എൻ്റെ വേദപുസ്തകത്തിൽ കാണുന്നില്ല. ബ്രദറുകാരെ ഞാൻ കാണുന്നില്ല, പെന്തിക്കോസുകാരെ ഞാൻ കാണുന്നില്ല, മർത്തമാലെ അച്ഛന്മാരെ ഞാൻ കാണുന്നില്ല. 2-നകത്ത് നിർത്താൻ എൻ്റെ വേദപുസ്തകം കാണുന്നില്ല. എൻ്റെ വേദപുസ്തകം പറയുന്നത് ഭൂമി നിറയാനാണ് പറഞ്ഞിരിക്കുന്നത്. നിർത്തരുതെന്ന് ഞാൻ പറയത്തില്ല, എനിക്കെന്താ അവകാശം? പക്ഷെ ഞാൻ ഇങ്ങനെ പറയാനെന്നുള്ളൂ,
രണ്ടിനകത്ത് നിർത്തരുത്. ഒരാണും ഒരു പെണ്ണും ഉണ്ട്. പെണ്ണിനെ കെട്ടിച്ച് എങ്ങാണ്ടയച്ചു, പിന്നെ ആണോ നമ്മുടെ പ്രായമാകുമ്പോൾ നമ്മൾ നോക്കാൻ വേണ്ടായോ? പിന്നെന്തോ ചെയ്യണം? മൂന്നെങ്കിലും വേണം. എങ്കിലേ പറയാനൊക്കത്തുള്ളൂ, കർത്താവേ നീ എനിക്ക് 3 മക്കളെ തന്നു, ഒരെണ്ണത്തിനെങ്കിലും ദൈവത്തിന് വിളിക്കണമേ. കേട്ടോ ശബ്ദം? നിങ്ങൾ പ്രാർത്ഥിക്കണം, സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഭാര്യ ഗർഭിണിയായി കഴിയുമ്പോൾ പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തവരും പ്രാർത്ഥിക്കണം. കർത്താവേ നീ ഒരു കുഞ്ഞിനെ തന്നാൽ അതിനെ ഞാൻ നിൻ്റെ വേലയ്ക്ക് തരുന്നതായിരിക്കും എന്ന് പ്രാർത്ഥിക്കണം. പഴയ നിയമത്തിൽ 1-ാമത്തെ പൈതൽ, പുതിയ നിയമത്തിൽ 1-ാമത്തെ 2-ാമത്തെ 3-ാമത്തെ 4-ാമത്തെ 5-ാമത്തെ ഒരുപോലെയാണ്. പറയണമെൻ്റെ ഒരു പൈതൽ നിൻ്റെ വേല ചെയ്യട്ടെ. പഴയ നിയമത്തിൽ ആണ് സന്താനം, പുതിയ നിയമത്തിൽ ആണും പെണ്ണും ഒരുപോലെയാണ്. എൻ്റെ കർത്താവേ, എൻ്റെ ഏതെങ്കിലും ഒരു കുഞ്ഞ്, ആണും പെണ്ണും ഏതെങ്കിലും ഒരു കുഞ്ഞ് ദൈവം വരട്ടെ. ഒരു പൈതൽ ദൈവത്തിന്. കേരളത്തിൽ എത്ര ബൈബിൾ സ്കൂളുണ്ട്? 450 ബൈബിൾ സ്കൂളുണ്ടെന്ന് ഒരു ലിസ്റ്റുള്ള ആളുണ്ടാക്കി, പഠിച്ചു കഴിഞ്ഞ് വെച്ചുണ്ടാക്കി 450. ഈ ബൈബിൾ സ്കൂളിലൊക്കെ പോയി ചോദിച്ചാട്ടെ, ഒരൊറ്റ മലയാളി ഇല്ലാത്ത ബൈബിൾ സ്കൂൾ ഞാൻ കണ്ടു തിരുവനന്തപുരത്ത്. ഒരൊറ്റ മലയാളിയില്ല. ഏറ്റവും നല്ല ബൈബിൾ സ്കൂളിലുള്ള ഒന്ന്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൾ എൻ്റെ ഇങ്ങനെ പറഞ്ഞു, വർഗീസ് 5 മലയാളിയേ ഉള്ളൂ, 30 പേര് വടക്കേ ഇന്ത്യയിൽ നിന്ന് ഞങ്ങൾ വണ്ടിക്കൂലിയും കൊടുത്ത് പോക്കറ്റ് മണിയും കൊടുത്ത് അവരുടെ വീട്ടിലേക്ക് രൂപ അയച്ചു കൊടുത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. എന്താ കാര്യം? നാം നമ്മുടെ മക്കളെ സമർപ്പിക്കുന്നില്ല. പണ്ട് യാക്കോബ പള്ളിയിൽ, ഓർത്തഡോക്സ് പള്ളിയിൽ, മർത്തോമ പള്ളിയിൽ അവിടെ സെമിനാരിയിലൊക്കെ ചേരണമെങ്കിൽ ടെസ്റ്റ് എഴുതണമായിരുന്നു. ഇപ്പോൾ ടെസ്റ്റൊക്കെ എഴുതിയില്ലെങ്കിലും ശരി നിന്നെ എടുക്കും. കാരണം അവർക്ക് കാതലുള്ള വേലക്കാരെ കിട്ടുന്നില്ല. നിങ്ങൾ നല്ല കുഞ്ഞിനെ കൊടുക്കണം, ആരോഗ്യമുള്ള കുഞ്ഞിനെ കൊടുക്കണം, ബുദ്ധിയുള്ള കുഞ്ഞിനെ കൊടുക്കണം. കളക്ടർമാർ പോകട്ടെ, അധ്യാപകർ പോകട്ടെ, കോളേജ് പ്രൊഫസർമാർ പോകട്ടെ, കാതലുള്ളവർ പോകട്ടെ. അങ്ങനെയുള്ളവർക്കായിട്ട് പ്രാർത്ഥിക്കണം. കർത്താവേ, എൻ്റെ ഈ കുഞ്ഞ് കളക്ടറായി കഴിഞ്ഞാലും സുവിശേഷയിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ ഞാൻ പിടിച്ചു നിർത്താതെ സന്തോഷത്തോടെ മുമ്പോട്ടയക്കും എന്ന് പറഞ്ഞ് ഒരു കുഞ്ഞിനെ ദൈവത്തിനാണ് നമുക്ക് സമർപ്പിക്കാനേ ഒക്കത്തുള്ളൂ. വിളിക്കേണ്ടത് ദൈവമാണ്, അതിനപ്പുറത്ത് നമുക്ക് ചെയ്യാനൊക്കത്തില്ല. പക്ഷേ നമ്മൾ സമർപ്പിക്കണം. എൻ്റെ 4 കുഞ്ഞുങ്ങളും ദൈവവേലയ്ക്ക് ഇറങ്ങുന്ന എല്ലാവരും പട്ടിണിക്കാലത്ത്, കൊടും പട്ടിണിക്കാലത്തുണ്ടായതാണ്. ആളുകളുണ്ടൊക്കെ ചോദിക്കും എന്താ കാര്യം? ഞാൻ അവരുടെ ലില്ലിയുടെ വയറ്റിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. മാത്രമല്ല എൻ്റെ കുഞ്ഞുങ്ങൾ കേൾക്കെ ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ എൻ്റെ മക്കളെല്ലാവരും സുവിശേഷ വേലക്കാരായി തീരട്ടെ. അവർ കേൾക്കെ പ്രാർത്ഥിക്കുക, പേര് പറഞ്ഞ് പ്രാർത്ഥിക്കരുത്, അബദ്ധം കാണിക്കരുത്. ഏതെങ്കിലും ഒരു കുഞ്ഞിനെയെങ്കിലും വിളിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഒരു പൈതൽ ദൈവത്തിന്, ഒരു പൈതൽ ദൈവത്തിന്. രണ്ടാമത്തേത് 1% ദൈവത്തിന്. നിങ്ങളെല്ലാവരും ദശാംശം കൊടുക്കണം. എൻ്റെ പാസ്റ്റർ, ഞാൻ പറഞ്ഞല്ലോ, CSIയിലെ വിശ്വാസിയായിരുന്നു. കാശ്മീരിൽ വന്നു, സുവിശേഷ വേല ചെയ്തു, കുറച്ച് വിശ്വാസികളായി. അപ്പോൾ ഞങ്ങളെല്ലാവരും പാസ്റ്റർ എന്ന് വിളിച്ചു. സഭയുണ്ടെങ്കിൽ പാസ്റ്ററായി. അപ്പോൾ അദ്ദേഹമാണ്, ഞാൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒരു ഞായറാഴ്ച എന്നെ മുറിയിലേക്ക് വിളിച്ചുകൊണ്ട് പോയി, അദ്ദേഹത്തിൻ്റെ സിറ്റിംഗ് റൂമിലേക്ക് വിളിച്ചുകൊണ്ട് പോയി. അവിടെ ചെന്ന് കഴിയുമ്പോൾ എൻ്റെയൊക്കെ പറഞ്ഞു, വർഗീസ് എനിക്ക് കുറച്ച് ഉപദേശങ്ങൾ തന്നു. എന്നിട്ട് അതിനകത്ത് ഒരു ഉപദേശമായിരുന്നു, വർഗീസേ കണക്ക് നോക്കി ദശാംശം കൊടുക്കണം. ഞാൻ വിചാരിച്ചു, ഓക്കെ ഈ പാസ്റ്ററുടെ നോട്ടം എൻ്റെ പേഴ്സിലോട്ടാണ്, തരിഞ്ഞാമല്ലോ ഓക്കെ. പക്ഷേ 10-1 തരത്തിൽ കൊടുക്കാൻ എനിക്ക് പ്രയാസമായിരുന്നു. കാരണം എൻ്റെ ശമ്പളം വളരെ കുറവാണ്, തണുപ്പ് കാലമാണ്, ജനുവരി മാസത്തിലാണ് കുഞ്ഞുണ്ടാകുന്നത്. ജനുവരി മാസം കാശ്മീരിൽ 0 ഡിഗ്രി ടെമ്പറേച്ചറാവും, 0 ആവും. അന്നേരം മുറി ചൂടാക്കാൻ കൽക്കരി വാങ്ങിക്കണം, കൊച്ചുണ്ടായി കഴിയുമ്പോൾ അതിന് കമ്പിളി ഉടുപ്പും ഒക്കെ വാങ്ങിക്കണം. ഇതിനെല്ലാം പൈസ വേണം, എന്നെക്കൊണ്ട് പ്രയാസമാണ്. പക്ഷേ അത് കഴിഞ്ഞും വെച്ച് അദ്ദേഹം എനിക്ക് 4 മാസികകൾ തന്നു. ആ 4 മാസികയ്ക്കകത്തും ദൈവത്തിൻ്റെ കൃപ നോക്കിക്കോണം. ഓരോ ലേഖനം ഉണ്ടായിരുന്നു ദശാംശത്തെ പറ്റി. എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ ദശാംശം കൊടുക്കുന്നത് സഭയ്ക്കല്ല, പാസ്റ്റർക്കല്ല, പിന്നെയോ ഞാൻ ദശാംശം കൊടുക്കുന്നത് ദൈവത്തിനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ കൊടുത്തു, 11% കൊടുത്തു. ഞാൻ തീരുമാനിച്ചു, ഞാൻ ദശാംശവും പിന്നെ അതിൻ്റെ 1% കൂടെ കൂട്ടിക്കൊടുക്കും, 11% കൊടുത്തു. ഞാൻ നിങ്ങളൊക്കെ പറയുന്നു, 10% നിങ്ങൾ ദശാംശം നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് കൊടുക്കണം. 1%, അത് കൂടാതെ 1%, അതിലൊരു ശതമാനമല്ല, അത് കൂടാതെ 1%. സുവിശേഷം കേട്ടിട്ടില്ലാത്തവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നവർക്ക് കൊടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാം, അങ്ങനെയുള്ള ഒരു സംഘടനയ്ക്ക് കൊടുക്കാം. ഞാൻ ഈ പറയുന്ന 3 തത്വങ്ങൾ നാം ചെയ്യാമെങ്കിൽ 5 വർഷത്തിനകത്ത് ഇന്ത്യയിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. കർത്താവിൻ്റെ വരവിന് താമസമെങ്കിൽ എന്താണ്? ഒരു പടം, ഇന്ത്യയുടെ പടം, അത് കൈവച്ചിട്ട് പ്രാർത്ഥിക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുക. രണ്ടാമത്തേത്, ഒരു പൈതലിനെ ദൈവത്തിന് കൊടുക്കണം. മൂന്നാമത്, നമ്മൾ കൊടുക്കുന്നത് പോരാ, 1%. എനിക്കറിയാം ദശാംശം കൊടുക്കുന്നത് പ്രയാസമാണ് പലർക്കും, എല്ലാവർക്കും ഇല്ലെങ്കിലും പലർക്കും പ്രയാസമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളൊക്കെ പറയാം, 11% കൊടുത്തു കഴിഞ്ഞാൽ 100-നകത്ത് 11 പോയി കഴിഞ്ഞാൽ പിന്നെ എത്ര കിട്ടും? 89 കൊണ്ട് നിങ്ങളുടെ ചിലവ് നടക്കുന്നില്ലായിരിക്കാം.
പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കാമെങ്കിൽ എൻ്റെ സ്വർഗസ്ഥനായ ദൈവം ഈ 89-നെ 110 വലുതാക്കി തരും. തലേ വെച്ച് കഴിച്ചു പറയാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ ഞാൻ ഇത്രയും കൊടുത്തു, നീ പറഞ്ഞത് അനുസരിച്ചു, പക്ഷേ ഈ ബാക്കി ശേഷിച്ചിരിക്കുന്ന 89% കർത്താവ് നീ വലുതാക്കി തരണമേ കർത്താവേ. എൻ്റെ പാഴ്ചലുകളെ ശാസിക്കണമേ, ആശുപത്രിയിൽ പോകുന്നതിനെ നിർത്തണമേ കർത്താവേ, എൻ്റെ വണ്ടി കേടാവുന്നത് നിർത്തണമേ കർത്താവേ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ട്യൂഷനില്ലാതെ പഠിച്ച് ജയിക്കുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണമേ കർത്താവേ. പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ദൈവം നിൻ്റെ ബാക്കിയുള്ളതിനെ വർദ്ധിപ്പിച്ച് തരുന്നവനായ ദൈവം. ഹല്ലേലൂയ. നിങ്ങളെ അനുഗ്രഹിക്കും. ഞാൻ ഈ പറഞ്ഞ തത്വങ്ങളെല്ലാം നമ്മൾ ചെയ്യാമെങ്കിൽ എൻ്റെ വിചാരം, ഞാൻ ഈ പറഞ്ഞത് കൈവച്ച് പ്രാർത്ഥിക്കുക, ഒരു പൈതലിനെ ദൈവത്തിന് വേണ്ടി കൊടുക്കുക, 1% എക്സ്ട്രാ സുവിശേഷം കേട്ടിട്ടില്ലാത്തവരുടെ മധ്യത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് കൊടുക്കാമെങ്കിൽ ഭാരതത്തിൻ്റെ ചരിത്രം അടുത്ത 5 വർഷം മുതൽ ഒരു വിസ്ഫോടനം നടക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ ആരൊക്കെ ഏറ്റെടുക്കും? ഇന്ത്യയുടെ ഒരു പടം വാങ്ങിച്ചുകൊണ്ടിട്ട് എൻ്റെ ഭിത്തിയിൽ തൂക്കിയിട്ട് കൈവച്ച് പ്രാർത്ഥിക്കും. അത്രയും ഉയരത്തിലേ ഞാനത് തൂക്കത്തുള്ളൂ. 2, ദൈവമേ നീ എൻ്റെ ഒരു കുഞ്ഞിനെ നിൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിക്കണമേ. ഇതുവരെ പ്രാർത്ഥിക്കാൻ മറന്നുപോയവരും പ്രാർത്ഥിച്ചാട്ടെ. ഒരു കുഞ്ഞേ ഉള്ളെങ്കിലും ദൈവത്തിന് കൊടുക്കണം. ദൈവത്തിന് ഒരു പുത്രനെ ഉണ്ടായിരുന്നുള്ളൂ. അവനെ ഭൂമിയിൽ മിഷണറിയായിട്ട് അയച്ചെങ്കിൽ നമുക്കൊരു പൈതലേ ഉള്ളെങ്കിലും അതിനെ ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കണം. കൊടുത്തിട്ടുള്ളവരെ എനിക്കറിയാം. 3, ത്യാഗപൂർവം ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കണം. ദശാംശം കൂടാതെ 1% സുവിശേഷം കേട്ടിട്ടില്ലാത്തവരുടെ പ്രവർത്തിക്കുന്ന ഒരാളിന്, അങ്ങനെയുള്ളൊരു സംഘടനയ്ക്ക് കൊടുക്കണം. തീരുമാനമെടുത്തോ? ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നല്ലവനായ എൻ്റെ കർത്താവേ, ഈ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ തീരുമാനമെടുക്കുമ്പോൾ നീ അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതം അപ്പാടെ മാറട്ടെ. ഭാരതം ദൈവശബ്ദം കേൾക്കട്ടെ. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ, രാജസ്ഥാൻ മുതൽ അരുണാചൽ പ്രദേശ് വരെ ഭാരതം ദൈവശബ്ദം കേൾക്കട്ടെ. അതിന് ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞങ്ങൾ മക്കളെ കൊടുക്കും, ഞങ്ങൾ ഞങ്ങളുടെ പണം കൊടുക്കും. ഭാരതം ദൈവശബ്ദം കേൾക്കണം. പ്രാർത്ഥന കേട്ടതോർത്ത് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.